താങ്ക് യു ചേട്ടാ. പ്രിയമുള്ളവരെ, അധ്യാസക്തനാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ എന്ന ഈ ഒരു ഫെലോഷിപ്പിന്റെ സഹായത്തെ അഞ്ച് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഉണ്ണി. എല്ലാവർക്കും ഹായ് 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 എല്ലാവർക്കും. എന്തായാലും വളരെ ഹായ് ഹായ് എല്ലാവിധ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്നുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയിലൂടെ സന്തോഷവും സമാധാനമാണെന്ന് പറയാനും മീറ്റിംഗിൽ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കാനും സാധ്യമാവുന്നുണ്ട് എന്നുള്ളതിനെയാണ് ആത്മാർത്ഥമായിട്ട് അത് പറയാൻ പറ്റുന്നുണ്ട്. ഇന്ന് പണം, അധികാരം, ലൈംഗികത. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ വരുമ്പോൾ എനിക്ക് കൂട്ടായ്മയൊക്കെ ഇങ്ങനെ പതുക്കെ ഇഷ്ടമായിട്ട് വന്നു. ആളുകളുടെ പല കാര്യങ്ങളും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിലും ഇഷ്ടമുള്ള നിരവധി കാരണങ്ങൾ ഈ കൂട്ടായ്മയിൽ തുടരാനായിട്ട് എനിക്കുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം, എന്നെ പോലെയുള്ള അനുഭവങ്ങളുള്ള ആളുകൾ, ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, മറ്റുള്ളവരോടുള്ള ഉപദേശങ്ങളില്ല. കുറച്ച് ആളുകളൊക്കെ പറയുന്നെങ്കിലും പൊതുവെ ആരും വേറൊരാളെ ഭരിക്കുന്നില്ല, വേറൊരാളുടെ അനുഭവങ്ങളെ സ്ട്രെച്ച് ചെയ്ത് സംസാരിക്കുന്നില്ല, ക്രോസ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പറയാം, ഞാൻ മാത്രമല്ല ഏകാന്തനായിട്ടുള്ളത് എന്നുള്ള ബോധ്യമൊക്കെയാണ്. അപ്പോൾ ഒരു പഴമക്കാരൻ എപ്പോഴും പറയുന്ന വാക്കായിരുന്നു, പല ആളുകളുടെയും വീഴ്ച, ഒപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ വീഴ്ചയുടെ സമയത്ത് ഒരു പരിധി വരെ വിലയിരുത്തലാണോ എന്നൊക്കെ ചോദിച്ചാൽ വിലയിരുത്തലായിരിക്കാം മറ്റുള്ളവരെ കുറിച്ച്. പക്ഷെ എനിക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ മണി, പവർ, സെക്സ്, പൊതുവെ അവർ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള റീഹാബുകളിലൊക്കെ കടന്നു വന്ന ആളുകളായിരുന്നു. അവിടുന്ന് എപ്പോഴും കേട്ടതാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ 3 പദത്തെ കേൾക്കുന്നത്. പുനഃപതനത്തിന്റെ ഏറ്റവും പ്രധാനമായ കാരണമായിട്ട് അവർ അവരുടെ പഴമക്കാരിൽ നിന്ന് കേട്ടു വളർന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടിരുന്നത്. ഈ 3 സംഭവങ്ങൾ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ബാധിക്കും, എന്തിനാണ് ഞാൻ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യത്തെ ഒരു വസ്തു പണം. പണത്തിൽ നിന്ന് തുടങ്ങാം. 3 ഘട്ടങ്ങളായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്, എൻ്റെതായ ബോധ്യങ്ങളായിട്ട്. ഇത് പുനഃപതനം ഉണ്ടാക്കും എന്നുള്ളതിന് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടാവുകയും പല ആളുകളുടെയും അനുഭവങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷെ പരിപൂർണമായിട്ടും അതിനോടൊന്നും യോജിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന സമയത്ത് സാമ്പത്തികമായിട്ട് അല്ലാതെ തകർച്ചയിലാണ് ഞാനുള്ളത്. എൻ്റെ അന്നുണ്ടായിരുന്ന എൻ്റെ ഭാര്യ എന്നോട് വളരെ നല്ല രീതിയിലല്ല, വളരെയധികം കടങ്ങൾ ഞാൻ കുടിക്കാനായിട്ട് വരുത്തി വെച്ചിട്ടുണ്ട്. സ്ഥലം പോലും ചെറിയ പൈസയ്ക്ക് ബാങ്കിൽ പണയത്തിലാണ്. അപ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ ഭാര്യയ്ക്കൊക്കെ ഉള്ള ആരോപണം തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് ഇയാളുടെ കീഴിൽ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ല എന്നായിരുന്നു. ഡൈവേഴ്സിന്റെ സമയത്തും അവര് മധ്യസ്ഥ മീഡിയേറ്റേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ കീഴിൽ സാമ്പത്തികമായ സുരക്ഷിതത്വം ഇല്ല എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യകാലത്തൊക്കെ വളരെയധികം ദേഷ്യം വരികയും അവരുടെ നാടിനെ, പൊതുവെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവത്തിന്റെ ഭാഗമാണ് നമ്മൾ ഈ ചില പഴഞ്ചൊല്ലുകളിൽ നമ്മൾ അഭിരമിക്കും. ഞാനും അങ്ങനെയാണ്. തെക്ക് വടക്ക് അവർ ശരിയല്ല. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. ലോകത്തെ എല്ലാ മനുഷ്യരിലും നല്ലവരും ചീത്ത ആളുകളും ഉണ്ട്. അത് ഏതെങ്കിലും ഒരു നാടിന് പ്രധാനപ്പെട്ടതൊന്നുമല്ല. ആ രീതിയിലുള്ള മനുഷ്യന്റെ മുൻവിധികളും അതേപോലെ പറച്ചിലുകളും പറഞ്ഞു ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബോധ്യങ്ങളെ, നമ്മുടെ തെറ്റുകളെ മറയ്ക്കാനായി മറ്റുള്ളവരിൽ കുറ്റം പറയുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് അച്ചടക്കമില്ലാത്തവനാണ് എന്ന് സമ്മതിക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ പണത്തോടുള്ള അത്യാർത്തിയെക്കുറിച്ച് വാചാലനായി ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോ ലക്ഷങ്ങൾ സാലറി ഉള്ള ജോലി എനിക്കുണ്ടായിരുന്നു. വലിയ ആഡംബരത്തിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നതിൻ്റെ 2 വർഷം മുന്നേ വരെയുള്ള ജീവിതമാണ്. അവിടെ ഞാൻ ജീവിച്ചിരുന്ന ദുബായില് വലിയ വീടാണ്. അതേപോലെ 4 വീല് വണ്ടികളുണ്ട്. കമ്പനിയുടെ വണ്ടിയാണ്. അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഫോട്ടോസും എപ്പോഴും പരിപാടികളിലും ആ പൊങ്ങച്ചം കാണിക്കലുകളുമാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ വേറൊരു ഘട്ടം, ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉള്ളപ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, വർഷങ്ങളായിട്ട് ഒരു 10-16 വർഷത്തെ ബന്ധമുള്ള ഒരു സുഹൃത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ വീട് കണ്ടിട്ട് നിനക്ക് ആത്മഹത്യ ചെയ്യാതിരുന്നില്ല അതിലും ഭേദം എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം
ദുബായിൽ 1000 പേരെ വെച്ച്, ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ്, ഈ ദിവസങ്ങളിൽ 1ാമത്തെ ബർത്ത്ഡേക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വലിയ ബൊഫെ പാർട്ടി നടത്തിയ ഞാൻ എൻ്റെ വീടിൻ്റെ അടുക്കള മാറാല പിടിച്ചുകൊണ്ടാണ് അന്നുള്ളത്. ഒരു പുകയില്ലാത്ത അടുപ്പ് പോലും വെക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ പുറത്ത് കാണുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലെ വലിയ ലൈഫ്, ഇതാണ് എൻ്റെ റിയാലിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ, അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉള്ളപ്പോഴും ഈ പൊങ്ങച്ചം, കഴിഞ്ഞ പൊങ്ങച്ചാണ് എപ്പോഴും പറയുക. ഇന്നത്തെ കറന്റ് അഫയേഴ്സ് അല്ല. വിളിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ഭയങ്കര സംഭവമാണ്. അപ്പൊ എല്ലാവരും പറയും കുടിയൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവുള്ളവനാണ്, ആനയാണ് ചേനയാണ്. ഇത് ഉള്ളിലിങ്ങനെ കയറി പറ്റുമ്പോ അവനവനെ തിരിച്ചറിയില്ല ഈ പറച്ചിലേ. എന്റെ തെറ്റിന് മദ്യാസക്തിയാണ്, ഏലെത്തി, കുറെ ആളുകളെ പരിചയപ്പെട്ടു, ഒപ്പം പോകുന്നുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പരിശോധന നടക്കില്ല. ഏലാണ് എന്നല്ലാതെ അവനവന്റെ തെറ്റ് തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ ഭയങ്കരമായിട്ട് കാണുമ്പോൾ ആരും ശരിയല്ല, അവർ സാമ്പത്തികം മാത്രം നോക്കി നടക്കുകയാണ് എന്നൊക്കെ പറയാണ്. ഞാൻ അങ്ങനെയല്ല. കാരണം ഞാൻ നല്ലവനാണെന്ന് വരുത്തി തീർക്കണം. എൻ്റെ ജീവിതത്തിലുണ്ടായ മുഴുവൻ തെറ്റുകൾക്കും എനിക്കൊരു കാരണം കണ്ടെത്തണം. ഇങ്ങനെയൊക്കെ ലക്ഷങ്ങൾ സാലറി ഉണ്ടായിരുന്ന ജോലിയായിട്ടും ബാങ്കിൽ ഒന്നുമില്ല. 16 വർഷത്തെ പ്രവാസ ജീവിതം 0 ആയിട്ട് വൻ പരാജയമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പിന്നെയാണ് വല്ലാത്ത രീതിയിലേക്കുള്ള അവസാനത്തെ കുടിയൊക്കെ കടന്നു വന്ന് തെരുവിലെത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നത് എനിക്ക് എളുപ്പമല്ല എന്ന് എൻ്റെ ഉള്ളിലുണ്ട്. എനിക്കൊരു ജോലിയൊക്കെ തിരിച്ചു കിട്ടി. വന്നിട്ട് നഷ്ടപ്പെട്ട കമ്പനിയിൽ ജോലിയൊക്കെ തിരിച്ചു കിട്ടി. നാട്ടിലാണ്, ഒരു കമ്പനിയുടെ ജനറൽ മാനേജറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നാട്ടിൽ നിന്ന് തിരിയാനുള്ള സാലറി ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് എൻ്റെ ബാധ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഇപ്പം അങ്ങനെ ഉണ്ടാക്കാൻ എളുപ്പമല്ല എന്നൊക്കെ ഉള്ള ചിന്ത. പിന്നെ എന്നെ കുറ്റം പറയുന്ന എൻ്റെ എക്സ് വൈഫ് പലപ്പോഴും എൻ്റെ സാമ്പത്തികമായ കഴിവില്ലായ്മയെ കുറിച്ചല്ല അവർ കുറ്റം പറയണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭൗതിക നേട്ടങ്ങളെ ഭയങ്കര വെറുപ്പായി. ആൽക്കഹോളിക്സ് അനോണിമസിൽ പല ആൾക്കാരും 2 തരം ആളുകളെയാണ് ഞാൻ ഷെയറിങ്ങിൽ കണ്ടത്. ഒന്ന്, ഭൗതികമായ നേട്ടങ്ങൾ വിളിച്ചു പറയുന്ന കുറെ ആൾക്കാരെ കണ്ടു. മലപ്പുറം ജില്ലയുടെ ബോർഡർ ആയതുകൊണ്ട് ആ ഭാഗങ്ങളിലെ മീറ്റിങ്ങിനാണ് ഞങ്ങൾ പോവുക. അതിപ്പോൾ ഇങ്ങനെ എടപ്പാട് തൊട്ട് ഈ ഏരിയകൾ മൊത്തം ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്. അപ്പൊ അവിടങ്ങളിലൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ ഞങ്ങൾ ആകർഷകമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞങ്ങൾ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലാത്ത അവസ്ഥയിലാണ്. ഇന്ന് ഞങ്ങൾക്ക് കാറുണ്ട്, ഞങ്ങൾക്ക് ബൈക്കുണ്ട്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയും. ഇത് കഴിഞ്ഞാൽ പറയാ എന്താ എൻ്റെ ഒരു പൊങ്ങച്ചം, ഓൻ ആരാന്ന് അവൻ്റെ വിചാരം. നമ്മൾ കുറച്ച് ആൾക്കാരായിട്ട് ഈ നെഗറ്റീവ് അടിച്ചിട്ട് ഇവരുടെ ഷെയറിങ്, ഒന്നാമത് പറയണത് ഷെയറിങ് കഴിഞ്ഞാൽ വേറെ ആളുടെ ഷെയറിങ് വിലയിരുത്തരുത്. ഷെയറിങ് കേട്ട കാര്യം കേട്ട, അല്ല ഏട്ടാ നിങ്ങളുടെ വീട്ടിൽ എന്താ പ്രശ്നം, എന്തിനാ ചോദിക്കണത്? അയാൾ മീറ്റിങ്ങിൽ പറഞ്ഞു, അയാൾക്ക് എന്നോട് പറയാണെങ്കിൽ പറയാം. ഞാൻ ഈ ഷെയറിങ് കേട്ട കാര്യം വെച്ച് പിന്നെ ചോദിക്കുക ആഫ്റ്റർ മീറ്റിങ്ങിനൊക്കെ, എന്താ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര സ്ഥിതിയല്ലേ, ആ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം ചർച്ച ചെയ്തതെന്ന് പറഞ്ഞിട്ടല്ലേ. ആ സാമാന്യ മര്യാദ പോലും അറിയില്ല. അപ്പൊ ഈ ഭൗതികത പറയുന്ന ആൾക്കാർ അത് അവരുടെ കാര്യമാണെന്നല്ല, അവരെ വളരെയധികം പുച്ഛാണ്. ഭൗതികത ഒന്നുമല്ല എന്ന മട്ടില്ല പിന്നീട് എൻ്റെ ഷെയറിങ്. സാമ്പത്തികമായിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പുച്ഛം, ഈ സാമ്പത്തികത വന്ന് വിളമ്പുന്ന ആൾക്കാരെ കളിയാക്കിയിട്ട് പറയാം. യഥാർത്ഥത്തില് പ്രോഗ്രാമിൽ എത്തിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, സമ്പത്ത് ഉണ്ടാക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഭയം ഒരു സൈഡിൽ കൂടെ നിൽക്കുന്നുണ്ടായി പ്രശ്നേ. പിന്നെ വല്ലാത്ത സാമ്പത്തിക ബാധ്യതയുണ്ട്. എവിടുന്നാ കാശ് കിട്ടുക? ലോട്ടറിയിലും കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല, അങ്ങനെയുള്ള പ്രതീക്ഷയില്ല. അപ്പോ എവിടെ നിന്ന് പൈസ ഉണ്ടാക്കും? വല്ലാത്ത ബാധ്യതയാണ്. ഇതൊന്ന് കാൽക്കുലേറ്റ് പോലും ചെയ്തിട്ടില്ല. എത്ര രൂപ കടമുണ്ട്, എന്താ എന്റെ വരുമാനം, എങ്ങനെയാ മുന്നോട്ട് പോയി, ഇങ്ങനെ പോട്ടെ, അതൊന്നും ആലോചിക്കേണ്ടെന്ന് ചിലർ പറയുമ്പോൾ ഇങ്ങനെ പോവുക, ഓരോ ഒഴുക്കിൽ ഇങ്ങനെ പോവുക. മീറ്റിങ്ങിൽ വരുന്നതിന്റെ സന്തോഷമാണ്, സമാധാനമാണെന്ന് ഇങ്ങനെ ഷെയർ ചെയ്യാം. പക്ഷെ സാമ്പത്തിക ബാധ്യത വല്ലാത്ത രീതിയിൽ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മദ്യം നിർത്തിയതിന്റെ ഫലമായിട്ട് ജോലിയിൽ പുരോഗതിയുണ്ട്, പല മെച്ചങ്ങൾ കമ്പനിയിൽ. ഞാൻ ചില നടപടിക്രമങ്ങളൊക്കെ എടുക്കാൻ തയ്യാറായപ്പോൾ എനിക്ക് മെച്ചങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം
എനിക്ക് മദ്യം മാറ്റി നിർത്തി പണം ഉണ്ടാക്കണം ആഗ്രഹമുണ്ട്. പല രീതിയിൽ എൻ്റെ കയ്യിൽ പണം ഇല്ല. അങ്ങനെ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിർബന്ധപൂർവം വന്നപ്പോൾ എൻ്റെ മകളെ ദുബായിലേക്ക് വിടാനുള്ള തീരുമാനം എടുക്കുകയും അവർ നമ്മുടെ ഒപ്പം പോട്ടെ എന്ന് വിചാരിച്ചു. അതിന് കുറച്ച് സാമ്പത്തികം വേണം. അങ്ങനെയാണ് വീണ്ടും ഞാൻ പ്രവാസത്തിലേക്ക് പോകുന്നത്. വീണ്ടും ഈ പറയുന്ന ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുന്നു. സാമ്പത്തികമായിട്ട് എനിക്ക് അവിടെ മെച്ചങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. പറയുന്ന ലക്ഷങ്ങൾ സാലറി ഒക്കെ വരാൻ തുടങ്ങി. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ നിരവധി സുഹൃത്തുക്കളുണ്ട്. അതിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പണം പണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെയും കാണുന്നുണ്ട്. അതിൽ പല ആൾക്കാരും എന്നോട് പല ബിസിനസ് സംരംഭങ്ങൾക്കും വിളിച്ചു, പല പരിപാടികൾക്കും വിളിച്ചു. യഥാർത്ഥത്തിൽ എന്തോ ഭയം കൊണ്ടാട്ടോ അവരുമായിട്ടുള്ള ഇടപാടുകൾ ഞാൻ ചെയ്യാതിരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനും പെട്ടുപോകുമായിരുന്നു. കാരണം പണം മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ തുടക്കകാലത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണം വരാൻ തുടങ്ങി. അപ്പോ ഒരു സൈഡിൽ ഭയമുണ്ട്, മറു സൈഡിൽ ഈ പണം തന്നെ, എനിക്ക് വരുന്ന പണം പോലും എനിക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഞാൻ അടിസ്ഥാനപരമായിട്ട് എൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. ഏലാണ് കുടിക്കുന്നില്ല. ഞാൻ എൻ്റെ കുഴപ്പങ്ങളെ കുറിച്ച് കണ്ടെത്താനോ എൻ്റെതായ ആത്മപരിശോധന നടത്താനോ ഒന്നും തയ്യാറായിട്ടില്ലല്ലോ. പ്രോഗ്രാമിലേക്ക് വന്നിട്ടില്ല. എയുടെ ജീവിത രീതിയിലേക്ക് വരണം, അത് വന്നിട്ടില്ല. സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ പണ്ടത്തെ അത്ര ചെലവില്ല. മദ്യപാനത്തിനും ആ പൊങ്ങച്ചത്തിനൊക്കെ ചെലവില്ലെങ്കിലും അനിയന്ത്രിതാവസ്ഥ ഉണ്ട്. അപ്പൊ ഈ പണ്ടേ ഈ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സ്വന്തം കോംപ്ലക്സുകളെ മറക്കാനായിട്ട് കാട്ടിക്കൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. 5 വിരല് 10 വിരലുണ്ടെങ്കിൽ 10 വിരല് മോതിരിടുക, എക്സ്ട്രാ ഫിറ്റിങ്. ഞാനൊരു റീഹാബിൽ പോയപ്പോൾ വളരെ അടിച്ച് ഫിറ്റായിട്ട് ഫസ്റ്റ് ഡേ കള്ള് തരുന്ന റീഹാബ് ഉണ്ട് ഏല് വരുന്നതിന് മുന്നേ. അവിടെ എൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ്, കയ്യിൽ വലിയ കഴുത്തിൽ വലിയ ചെയിനൊക്കെ ഇട്ടിട്ട് ആ റീഹാബ് നടത്തുന്ന ആള്, അദ്ദേഹം എൻ്റെ പൊങ്ങച്ചത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് പിന്നീട് എനിക്ക് ഭയങ്കര പുച്ഛമായിരുന്നു അയാളോട്. അയാൾ അതിലേറെ വലിയ പൊങ്ങച്ചാണ്. കാരണം നമ്മളെ കുറ്റം പറഞ്ഞ് നമ്മൾ എടുക്കില്ല. യഥാർത്ഥത്തിൽ ഈ എക്സ്ട്രാ ഓർഡിനറി ഫിറ്റിംഗ് ഒക്കെ കാണിക്കുന്നത് ആളുകളുടെ മുന്നിൽ ആളാവാൻ തന്നെയായിരുന്നു. പല കോംപ്ലക്സും മറികടക്കാനായിട്ട് ഞാൻ സാമ്പത്തികമായിട്ടുണ്ട്. ഈ മൊബൈൽ കാണിക്കുന്നത് തൊട്ട് എൻ്റെ സംഭവമാണ്. ഞാൻ നിങ്ങൾ വിചാരിച്ച അത്ര മോശക്കാരനല്ല. ഒരു എക്സ്ട്രാ ഓർഡിനറി ആണ്. കയ്യിലിടുന്ന ഇടിവള തൊട്ട് എല്ലാത്തിനും ഇതുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് അല്ല ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പറ്റുന്നത്? അനിയന്ത്രിതാവസ്ഥയ്ക്ക് യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഫുഡിന്റെ കാര്യത്തിൽ ഒരു മാറ്റമില്ല. പുകയില ഉപയോഗം വളരെ അനിയന്ത്രിതമായിട്ടുള്ള പുകയിലയാണ്. തൊട്ടാ നിർത്താൻ പറ്റുന്നില്ല. പറയുന്ന ആൾക്കാർക്കൊക്കെ വെറുതെ ഇങ്ങനെ പുറത്തു നിന്നൊക്കെ പറയുന്ന പുകയില നിർത്തിക്കൂടെ, അങ്ങനെ ചെയ്യാൻ. ഇപ്പൊ കുടിക്കണ കാലത്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പതേ ഏതൊരു അഡിക്ഷൻ എന്ന് പറഞ്ഞ തലച്ചോറിൽ റിവാർഡ് സെന്റർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇപ്പൊ എലികളെ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ ഇതിന്റെ പരീക്ഷണം നടക്കാറുള്ളത്. അപ്പോൾ സെലൈനും അതേപോലെ മയക്കുമരുന്നും വെച്ചുകൊണ്ട് എലികൾക്ക് പരീക്ഷണം നടത്താറുണ്ട്. അപ്പൊ എലിക്ക് ഇത് തൊട്ട് കഴിഞ്ഞാൽ എലിയിലേക്ക് മയക്കുമരുന്ന് എത്തും. അപ്പൊ എലി വീണ്ടും വീണ്ടും അത് തൊടുകയും അവിടെ മെയ്റ്റ് ചെയ്യാൻ വരുന്ന പെണ്ണെലിയെ പോലും ഗൗനിക്കാതെ വെറും ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്ന എലികളെ കണ്ടിട്ടുണ്ട്. അതേപോലെയാണ് ഏതൊരു അഡിക്ഷൻ എനിക്കുണ്ടോ പറയാനൊക്കെ, ഞാനത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ വേറെ ആൾക്ക് ഉപദേശം കൊടുക്കാൻ പറ്റും. അവനവനിത് പറ്റില്ല, അവനവനിത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിലൊക്കെ അനിയന്ത്രിതാവസ്ഥയാണ്. പുകയിലയുടെ കാര്യത്തിലൊക്കെ അമ്മാതിരി പൈസയെ പോണത്. പക്ഷെ ഇതൊന്നും നോക്കുന്നില്ല. അപ്പോൾ ഫുഡ് തൊട്ട് പുകയില വരെയുള്ള മൊത്തം കാര്യങ്ങളിലും അനിയന്ത്രിതമായിട്ട് വരുന്നുണ്ട്. ഉപഭോഗ വസ്തുക്കളുടെ ഉപയോഗത്തിലും മാറ്റമില്ല. പക്ഷെ എന്താണ്, ഒരു സൈഡിലൂടെ പണം വരുന്നു, മറ്റേ സൈഡിലൂടെ പണം പോകുന്നുണ്ട്. പണം സൂക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഏതൊക്കെ തരത്തിലും ഈ പണമാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ആളുകളെ ഞാൻ കണ്ടു. അവർ പലരും വീണ് പോകുന്നതും, പല ബിസിനസ്സുകൾ നടത്തി, പല പരിപാടികൾ നടത്തി, ചെറിയ ജോലികളിൽ നിന്ന് വലിയ ജോലികളും വലിയ പൈസ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ അവർ വീണു പോകുന്നത് കണ്ടു. അത് അവരുടെ വ്യക്തിപരമായെങ്കിൽ എനിക്ക് പഠിക്കാൻ ഉള്ള പാഠമായിരുന്നു. അത് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എയില് മറ്റു ചില ആൾക്കാർ പറഞ്ഞു ജീവിതത്തിൽ വിജയിക്കണ്ടേ, ഇങ്ങനെ പോരാ, നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു പണം മാത്രം ലാക്കാക്കി പ്രവർത്തിച്ച്
അവർ മദ്യത്തിലേക്ക് വീണടിഞ്ഞു പോവുക. ആ വീണടിച്ചൽ എന്നൊക്കെ പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള സോവർട്ടി പോവുക മാത്രമല്ല, വലിയ വലിയ നഷ്ടങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായി. അതിന്റെ കൂട്ടത്തിൽ പല ആളുകളും മരിച്ചുപോയി, കൂട്ടത്തിന് ഒപ്പം ഉണ്ടായിരുന്നവര്. ഇതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നുള്ള രീതിയാണ്, എങ്ങനെ മുന്നോട്ട് പോകണം. ഞാൻ വേറെ പല സാഹചര്യങ്ങളെ കൊണ്ട് ഏടെ പ്രോഗ്രാമിലേക്ക് വരാൻ തുടങ്ങി. യഥാർത്ഥ പ്രോഗ്രാം വെറുതെ സ്പോൺസർ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പഴമക്കാരനോട് ഉപദേശം ചോദിക്കുക, അതിനു പകരം പടികൾ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. കൃത്യമായ തിരിച്ചറിവ് വരുന്നു. അവിടെ ആദ്യം വന്ന ബോധ്യം പണത്തിന്റെ കാര്യത്തിൽ ഒറ്റയടിക്ക് എൻ്റെ ഈ സ്വഭാവം ഒന്നും മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല. എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാഴ്ചപ്പാടുള്ള പണത്തെക്കുറിച്ച്? പറയാറുണ്ട്, നമ്മുടെ 12 51 പേജിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സാമ്പത്തികം അതേപോലെ വൈകാരികവുമായ സുരക്ഷിതത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഭയം, അത്യാഗ്രഹം, സ്വാർത്ഥമായ ഉടമസ്ഥത, നമ്മുടെ അഭിമാനം, ഇതെല്ലാം കടന്നു വരും. അപ്പോൾ നിരവധി കാര്യങ്ങൾ കുഴപ്പങ്ങളായിട്ട് എനിക്കുണ്ട്. അപ്പൊ അത് ഞാൻ കൃത്യമായിട്ട് എന്നെ തിരിച്ചറിയണം. എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, എന്താണ് എനിക്ക് ആവശ്യം. അവിടെ എനിക്ക് വേറെ വാർപ്പ് മാതൃകയല്ലേ. ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ പണം മാത്ര ലക്ഷ്യം എന്ന് പറഞ്ഞു പോയാൽ പ്രശ്നം ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ പണം വേണ്ടേ? ആൽക്കഹോളിക്സ് അനോണിമസ് ഒരിക്കലും ഭൗതികമായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇതിങ്ങനെ പാടൂ, സാമ്പത്തികം ഭൗതികത നോക്കുകയേ വേണ്ട പറഞ്ഞിട്ടില്ല. 7ാമത്തെ പടിയുടെ ലേഖനം പോലും നമുക്കറിയാം, നമ്മളതിൽ തർക്കമില്ല എന്നാ പറഞ്ഞത്. മുന്നേ ആത്മീയതയെ വെക്കുന്നു എന്നായേ പറഞ്ഞത്. മാത്രമല്ല എല്ലാ വ്യക്തികളുടെയും ഇൻഡിവിജ്വലായ കാഴ്ചപ്പാടാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലെ ലൈംഗികതര കാര്യത്തിലായിക്കോട്ടെ വികാരപരമായ ഉപദേശങ്ങൾ പറയാറില്ല ആരോടും. ഓരോ മനുഷ്യരും അവരുടെ അനുഭവങ്ങളിലൂടെയാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എവിടെയാണ് എൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം എന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ എന്തായിരുന്നു എൻ്റെ കുഴപ്പം? എനിക്ക് എൻ്റെ ജോലിയോട് ചേർച്ചക്കുറവുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്? പൈസക്ക് തീർച്ചയായിട്ടും പൈസ തന്നെ വേണം. പണം കൊണ്ട് നടക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അവിടെ തത്വശാസ്ത്രം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ കാശ് കൊടുക്കണം. നല്ല ചൂടുള്ള സമയത്ത് ഒരു AC റൂം എടുത്ത് അവിടെ കടന്ന് സമാധാനമായിട്ട് കടന്ന് കൊതുകടി കൊള്ളാണ്ട് കടക്കണം എന്നുണ്ടെങ്കിൽ നല്ല AC റൂമിന് വേണമെന്നുണ്ടെങ്കിൽ കാശ് തന്നെ കൊടുക്കണം. അവിടെ നമ്മൾ നല്ല വണ്ടി യാത്ര ചെയ്യാൻ അതിൽ പെട്രോൾ അടിക്കണം, വണ്ടി വേണം, വണ്ടിയുടെ മെയിൻ്റെനൻസ് നടത്താൻ കാശ് വേണം, ഇതൊക്കെ വേണം. അതില്ലാതെ ഞാൻ അവിടെ ഡയലോഗ് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അതിൽ ഭൗതികതയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് നടക്കുക, അല്ലെങ്കിൽ ഭൗതികത വേണ്ട എന്ന് പറയുക, ഇതൊക്കെ എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. അത് എന്താ പ്രശ്നം? എനിക്ക് എൻ്റെ റിയാലിറ്റികൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. മാത്രമല്ല ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് മറ്റുള്ളവരെ വിലയിരുത്തിയും മറ്റുള്ളവർക്ക് ഇങ്ങനെ ആവണമെന്ന് വാശി പിടിക്കുകയും ചെയ്യാം. ഇപ്പൊ 2ാം പടിയേ കടന്നു വരുന്നില്ല. തർക്കിക്കുന്ന സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക, എന്നെ പോലെ മറ്റുള്ളവരെ ആക്കാതിരിക്കുക, ഒന്നുമില്ല. യഥാർത്ഥത്തിൽ എൻ്റെ സാമ്പത്തികമായ കുഴപ്പങ്ങളുടെ പ്രധാന കാരണം എൻ്റെ ജോലിയോടുള്ള ചേർച്ചക്കുറവുണ്ട്. ചെയ്യുന്ന ജോലി ഞാൻ കൃത്യമായിട്ടാണോ നിൽക്കുന്നത്? പല പല ഘടകങ്ങളുണ്ട് അവിടെ. എൻ്റെ ഭയമുണ്ട്, എൻ്റെ അപകർഷതാബോധമുണ്ട്. ഇതെല്ലാം മറച്ചു വെക്കാനാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ ആത്മവിശ്വാസം തകർത്തുകൊണ്ട് എനിക്ക് എവിടെയാ സംഘർഷം ഉണ്ടായത്? ഇതെല്ലാം ഇൻവെന്ററിയാണ്. ഞാൻ ആദ്യം എൻ്റെ ഇപ്പോഴത്തെ നിലവാരം, എന്തുകൊണ്ടാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ എനിക്ക് കുഴപ്പമുണ്ടായത് എന്ന് തിരിച്ചറിഞ്ഞാലാണ് എനിക്ക് ചോർച്ചയുണ്ടാകാതെ കൃത്യമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ 2 തരം അവസ്ഥ ഉണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ. ഒരു കടുംപിടുത്തം വന്നിട്ട് നാളെ മുതൽ പൈസ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഭയങ്കര കടുകട്ടി പ്രവർത്തനങ്ങൾ, ഒപ്പമുള്ള ആൾക്കാരെ പരിഗണിക്കാതെ ഭയങ്കര പിശുക്കത്തരം കാണിക്കുക, എൻ്റെ കാര്യത്തിനെല്ലാം പൈസ ലാക്കും, ബാക്കിയുള്ള കാര്യത്തിനൊക്കെ വലിയ തത്വജ്ഞാനം വിളമ്പുക, അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് എല്ലാം ചെയ്യുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ, കുടുംബത്തിലെ മറ്റു കാര്യങ്ങൾ കട്ട് ചെയ്യുക. അതും തെറ്റായ രീതിയായിരുന്നു. അപ്പൊ എവിടെയാണ് എൻ്റെ കുഴപ്പങ്ങൾ? എന്തുകൊണ്ടാണ് എൻ്റെ ഈ സാമ്പത്തികമായിട്ടുള്ള പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് കുഴപ്പമുണ്ടായത് എന്ന് കണ്ടെത്തണം. അത് മറ്റുള്ള ആൾക്കാർ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം ലക്ഷ്യമായിട്ട് ഞാൻ പോകരുത്.
തെറ്റായിട്ടുള്ള പല ജാർഗൻസും ഉണ്ട്. പണമുള്ളവന് സന്തോഷം ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയാണ്. പണമുണ്ടായി അതിന്റെ പിന്നാലെ അത്യാഗ്രഹം നടന്നവൻ മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. പണമുള്ള എത്രയോ പേര് കാരണമാണ് ഞാനും ജോലി ചെയ്യുന്നതും പല കമ്പനികളിൽ എനിക്ക് പോകാൻ പറ്റിയതും നാട്ടിൽ വികസനം ഉണ്ടായതും പൈസ ഉള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് സന്തോഷമില്ല എന്നൊക്കെ ഞാൻ എൻ്റെ കാഴ്ചപ്പാട് വെച്ച് പറയുമായിരുന്നു. മറ്റ് ഗൾഫിലെ വ്യവസായികളെ കുറിച്ചൊക്കെ എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. പൈസ ഉള്ള ഇഷ്ടംമാതിരി പേര് സന്തോഷിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് വെച്ചിട്ട് പറയായിരുന്നു, അവർക്കൊന്നും സന്തോഷമില്ല ജീവിതത്തിൽ. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ, പൈസയാണോ? തീർച്ചയായിട്ടും സന്തോഷം നിർണ്ണയിക്കേണ്ടത് പൈസയൊന്നുമല്ല. പക്ഷെ എൻ്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ഈ പറഞ്ഞ പരിശോധനകൾ നടക്കാതെ ഞാൻ എൻ്റെതായ പ്രത്യയശാസ്ത്രങ്ങളെ അവിടെ നിർമ്മിക്കുകയാണ്. വലിയ കുഴപ്പമാണത്. എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പൈസ ഇല്ലെങ്കിൽ സന്തോഷിച്ച് നടക്കില്ലേ? ഈ പൈസയുടെ കാര്യത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുമോ? അപ്പോൾ പല കാര്യങ്ങളിലും ആളുകളെ ഞാൻ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. നിരവധി പേരെ ഞാൻ സാമ്പത്തിക കാര്യങ്ങളിൽ പറ്റിച്ചിട്ടുണ്ട്. അതേപോലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഇതെല്ലാം സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഞാൻ വലിയവൻ കളിക്കാനായിട്ട് പൈസ ചെലവാക്കിയിട്ടുണ്ട്. എൻ്റെ പൈസ ചോർന്നു പോയ ഓരോ മേഖലകളിലാണ്. ആള് കളിക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യുക. കുടിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയാണല്ലോ. ആളുകൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ആളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബീവറേജിൽ ഹോണടിച്ചാൽ കള്ളു കൊണ്ടുവന്നിരുന്ന ആളുകൾ ഉണ്ടാവും. അപ്പം അവന് വീണ്ടും ടിപ്പായിട്ട് 100 200 കൊടുക്കുക. ആള് അവരുടെ കൂട്ടത്തിൽ ഞാൻ വലിയവനാണെന്ന് പറയുക. ആ ഒരു സ്വഭാവം ഇത് കുടിക്കാത്ത സമയത്തും ഉണ്ട്. പണത്തിന്റെ കാര്യത്തിൽ ധാരാളിത്തം. ഈ പൈസ നാളെ എനിക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞുകൊണ്ടില്ലാത്ത രീതിയിൽ പണം ചെലവഴിക്കുക. ഈ പറഞ്ഞ പോലെ പിശുക്ക് കാണിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾക്ക് ചെലവാക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കുകയും ചെയ്യാം. ഒരു തരത്തിലും തത്വദീക്ഷയില്ലാത്ത ഉത്കർഷേച്ഛ. പിന്നെയുള്ള കാര്യം എന്താണ്? സാമ്പത്തികമായിട്ട് എന്നെ കുറ്റപ്പെടുത്തി എൻ്റെ എക്സും മറ്റുള്ളവരും ഞാനൊരു പൈസ ഇല്ലാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹമാണ്. പെട്ടെന്ന് പണം കിട്ടുന്ന പരിപാടികളാണ്. അവിടെയാണ് 7ാമത്തെ പടിയിലൊക്കെ പറയുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് ഭൗതിക നേട്ടങ്ങളെ വില കുറച്ച് കാണുന്നൊന്നുമില്ല. ആരുമായിട്ട് തർക്കത്തിന് നിൽക്കുന്നില്ല. നമ്മുടെ അടിസ്ഥാനവും സ്വാഭാവികവുമായ ആഗ്രഹങ്ങളുടെ തൃപ്തി മാത്രമല്ല ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന ബോധ്യം എനിക്കുണ്ടോ എന്നാണ് ചോദ്യം. ഞാൻ ഈ പറയുന്ന ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. പക്ഷെ ഇത് മാത്രം ലാക്കാക്കിയിട്ട് ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവും. അതല്ല, ഭൗതികത ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രവർത്തിച്ചാൽ അവിടെയും എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പരാതി പറഞ്ഞെടുക്കാം. അപ്പൊ ഒരു മധ്യവർത്തിയായ നയമാണ് പറഞ്ഞിട്ടുള്ളത് എന്നോട്. അപ്പോൾ പണത്തിന് പണം വേണം. എനിക്ക് എന്തുകൊണ്ടാണ് പണം ഉണ്ടാകാതിരുന്നത് എന്ന ബോധ്യം ഉണ്ടാകും. തത്വദീക്ഷയില്ലാത്ത എൻ്റെ ഇല്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ഷെയ്ക്ക് എന്നെ പിടിച്ച് പണക്കാരനാക്കുന്നു. ദുബായിലെ ലോട്ടറി അടിച്ചിട്ട് ഞാൻ പണക്കാരനാകുന്നു. അതിൻ്റെയൊക്കെ പുറകെ പോയാൽ അത് അഡിക്ഷനായിട്ട് ഞാൻ മാറും. അതല്ലെങ്കിൽ ധാർമ്മികത ഇല്ലാത്ത വേറെ വല്ല പരിപാടിയുമായിട്ട് പണത്തിൽ പോയാൽ അതും എന്നെ കുഴപ്പത്തിലാക്കും. കാരണം ഇതൊന്നും ചെയ്യാനുള്ള പാങ് എനിക്കില്ല. പുറത്ത് കാണിക്കുമെങ്കിലും ഇതെല്ലാം എന്നെ കുപ്പിയിലേക്ക് നയിക്കുമെന്ന ബോധ്യമുണ്ട്. പല ആൾക്കാരും കുപ്പിയിലേക്ക് പോയത് പൈസ ഉണ്ടാക്കാൻ ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കാമെന്ന പ്രവൃത്തിയാണ്. ഇനി അതല്ലാതെ എയിൽ വന്ന പല പഴമക്കാരെയും അവരുടെ ജീവിതം കുപ്പിയേക്കാൾ പരായിട്ടുണ്ട്. കുടിക്കലാണ് ഭേദം എന്ന് പറഞ്ഞ പോലെ അവർക്ക് പുറത്തിറങ്ങാനോ മീറ്റിങ്ങിൽ പങ്കെടുക്കാനോ പറ്റാത്ത അവസ്ഥ ഞാൻ കണ്ടു. ആൽക്കഹോളിക്സ് അനോണിമസിനെ യൂസ് ചെയ്തുകൊണ്ട് പല രീതിയിൽ പണം ലക്ഷ്യം വെച്ചുകൊണ്ട് പലരെയും പറ്റിക്കാൻ ഇറങ്ങിയ ആളുകൾ അവർക്കുണ്ടായ കാര്യങ്ങൾ കണ്ടു. അവിടെ ഞാൻ ഏത് മാർഗം സ്വീകരിക്കണം? പണത്തിന് പണം വേണം. പണം ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്ന എൻ്റെ അലസതയെ ഞാൻ തിരിച്ചറിയണം. എൻ്റെ മടി. ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്നെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്ന് എനിക്ക് ഒരു തുടക്കം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അവിടെയാണ് പ്രോഗ്രാം എന്നെ വളരെയധികം സഹായിക്കുന്നത്. ഞാൻ ആരാണ്? എന്താണ് എൻ്റെ കുഴപ്പം? എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ കഴിവിൽ വിശ്വാസമില്ലാത്തത്? പണം ഒന്നുമല്ല എന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിൻ്റെ കാരണം എനിക്ക് പണം ഉണ്ടാക്കാൻ എനിക്ക് കഴിവില്ല എന്ന എൻ്റെ തോന്നലുകളാണ്. എനിക്ക് ആവശ്യത്തിന് പണം വേണമല്ലോ. എന്നിട്ട് ഞാൻ മറ്റുള്ള ആൾക്കാരെ അല്ലാണ്ട് മറ്റുള്ളവരുടെ ചെലവിലും മറ്റുള്ള കാര്യങ്ങളിലും ജീവിച്ചുകൊണ്ട് പണം ഒന്നുമല്ല എന്ന് പറയുന്നതിന് എന്താ അടിസ്ഥാനമുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള എൻ്റെ കുഴപ്പം എന്താണ് എന്ന് ഞാൻ കണ്ടെത്തുക. പണം കൊണ്ട് എനിക്ക് തരാൻ പറ്റുന്ന നിരവധി സന്തോഷങ്ങളുണ്ട്. പണം
ഉണ്ടാക്കുക എന്നത് ഏക ലക്ഷ്യമായിട്ട് ഞാൻ കരുതരുത്. ഇതായിരുന്നു എൻ്റെ ബോധ്യം, എൻ്റെ അത്യാഗ്രഹം, അതേപോലെ എൻ്റെ സ്വാർത്ഥത. എല്ലാ കുഴപ്പങ്ങളും എൻ്റെ സ്വാർത്ഥതയാണ്. മൂന്നാമത്തെ പടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടിസ്ഥാനപരമായ കുഴപ്പങ്ങളെല്ലാം തന്നെ എൻ്റെ സൃഷ്ടികളായിരുന്നു. അതെല്ലാം ഉണ്ടായത് എന്നിൽ നിന്നാണ്. എൻ്റെ സ്വന്തം ഇഷ്ടത്താൽ നയിക്കപ്പെട്ട് കുഴപ്പത്തിലെത്തിയ ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. അപ്പൊ അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ സ്വാർത്ഥത ഉപേക്ഷിക്കണം. അപ്പൊ സ്വാർത്ഥത നിറഞ്ഞ രീതിയിൽ മറ്റുള്ളവരെ പരിഗണിക്കാതെ ഏതെങ്കിലും തരത്തിൽ പണം ഉണ്ടാക്കാം എന്നതല്ല, അതിനു പകരം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമായിട്ട് പണം ഞാൻ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതായിരുന്നു എയുടെ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ബോധ്യം. അപ്പൊ അതിന് ധാർമ്മികതയിൽ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് പറഞ്ഞു. ധാർമ്മികത വേണം, അതാരെയും ബോധിപ്പിച്ചുകൊണ്ടോ മറ്റുള്ളവർ പറഞ്ഞിട്ടോ അല്ല, എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അതേപോലെ സത്യസന്ധത ഉണ്ടാവണം. ഞാൻ എന്നോട് സത്യസന്ധനാണ്, മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ മറ്റുള്ള കാര്യങ്ങളോ അല്ല. അപ്പൊ അവിടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുക. അവിടെ എൻ്റെ കുഴപ്പങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സാധനം, ധാർമ്മികതയും സത്യസന്ധതയും വെച്ചിട്ട് എൻ്റെ കുഴപ്പങ്ങൾ തിരിച്ചറിയാൻ പറ്റും. കഴിഞ്ഞ ജീവിതത്തിന്റെ വിലയിരുത്തലൊക്കെ പ്രധാനമായിട്ട് വരുന്നു, നാലാം പടിയൊക്കെ എനിക്ക് പ്രധാനമായി വന്ന അവിടെയാണ്. അപ്പോൾ റിയാലിറ്റിയിലുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ആ റിയാലിറ്റിയിലുള്ള പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള പണം എനിക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ അതിനാദ്യം സാമ്പത്തികമായ അച്ചടക്കം ഉണ്ടാക്കണം പറഞ്ഞു. പിന്നെ അനാവശ്യമായിട്ട് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കടം വാങ്ങിക്കുന്ന പരിപാടി നിർത്തി. പണ്ട് ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തതിന്റെ ഏറ്റവും പ്രധാന കുഴപ്പം എന്താ അറിയോ? ഒരാള് എൻ്റെ റിയാലിറ്റി എത്ര കടമുണ്ട്, എനിക്ക് എത്ര വരുമാനം ഉണ്ട്, ഇതൊന്നും ഞാൻ നോക്കില്ല. എടാ ഒരു 100 റുപ്യ നോട്ടെ, നാളെ തരാമെന്ന് അറിയാം. ഈ നാളെ ഈ 100 റുപ്യ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അത് ആദ്യം നിർത്തണം പറഞ്ഞു. അനാവശ്യമായിട്ട് മറ്റുള്ളവരെ പറ്റിക്കുന്ന പരിപാടി, കടം വാങ്ങിയിട്ട് വെറുതെ വാക്ക് കൊടുക്കുക. ഇന്നത്തെ കാര്യം നടന്നാൽ മതി. കുടിക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, ഇന്ന് കുടിക്കാൻ നാളെ ഇപ്പൊ ജപ്തി വന്നാലും വേണ്ടില്ല കുടിക്കാൻ, ബാക്കി വീട്ടിലെ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടോ ഒന്നും എൻ്റെ വിഷയമല്ല. അത് മാറണം. അവിടെയാണ് ജീവിത രീതിയാണ്. വന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ തിരിമറി നടത്തി മറ്റുള്ളവരെ വാക്കുകൾ പറഞ്ഞ് പറ്റിച്ചിട്ട് ഞാൻ കാരനാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? മറ്റുള്ളവരുടെ ഇൻവെന്ററി നടത്തി പോവുക, മറ്റുള്ള ആളുകളെ ചൂഷണം ചെയ്യുക. അപ്പോൾ വാക്കുകൾ കൊടുത്ത് ആദ്യം സാമ്പത്തികമായ അച്ചടക്കം എനിക്ക് ഉണ്ടാവണം. അത് എന്ത് കുഴപ്പമുണ്ടായാലും ആ റിയാലിറ്റികളിൽ നിന്നുള്ള പ്ലാനേ ഞാൻ ഉണ്ടാക്കാൻ പാടും. അതല്ലാണ്ട് മറ്റുള്ളവരുടെ പണം കൊണ്ട് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അനാവശ്യമായിട്ടുള്ള കടം വാങ്ങൽ, ഇല്ലാത്ത വാക്കുകൾ കൊടുക്കുക, അത് ആദ്യം നിർത്തി വാക്ക് പാലിക്കാൻ പറഞ്ഞു. പറ്റുന്ന വാക്ക് കൊടുത്താൽ മതി, അല്ലാത്തൊന്നും പറയണ്ട. അതിന് അഭിമാനബോധം സന്തുലിതമാക്കിയാലേ എനിക്കിത് പറ്റൂ. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം ഉണ്ടാവുക, സ്വയം പര്യാപ്തത, 7ാമത്തെ പാരമ്പര്യം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. പാരമ്പര്യങ്ങളൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ, അവിടെ എൻ്റെ കിറ്റിയിലേക്ക് ആ പൈസ ഇടുന്നോടത്ത് വിട്ടിട്ട് എൻ്റെ കാര്യം വരിക. എൻ്റെ കൂട്ടായ്മയാണ്, അതിലേക്ക് ഇടേണ്ട പൈസ, എൻ്റെ പൈസ, എൻ്റെ അധ്വാനത്തിന്റെ ഒരു പങ്ക് ഞാൻ കൂട്ടായ്മയ്ക്ക് കൊടുക്കണം. സ്വന്തം കാലം നിൽക്കുക, മറ്റുള്ള ആളുകളെ ആശ്രയിക്കാതെ. ഓരോ കാര്യങ്ങളിലും ഒരു ട്രിപ്പ് കാര്യമായിട്ട് മീറ്റിങ്ങിന് പോകുമ്പോൾ എല്ലാം എന്നാണ് തുടങ്ങുന്നത്. അവിടെ 100 രൂപയാണെങ്കിൽ ആ 100 രൂപയിൽ 4 പേരുണ്ടെങ്കിൽ 25 രൂപ എൻ്റെ പങ്കാ. അതല്ലാതെ വേറൊരുത്തിന് വണ്ടി ഉണ്ട്, അവൻ ചിലപ്പോൾ മറ്റേ മൾട്ടിനാഷണൽ കമ്പനിയിലെ ജനറൽ മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ വർക്ക്ഷോപ്പുള്ള മുതലാളിയായിരിക്കാം. അയാൾക്ക് എന്ത് ബാധ്യതയുള്ള എനിക്ക് ചിലവ് എനിക്ക് തരണ്ട, എനിക്കൊരാളുടെ സൗജന്യം വേണ്ട. നമ്മൾ നല്ല അഭിമാനമുള്ള കള്ളുടിയനാ. കള്ളു കുടിക്കുന്ന അഭിമാനം ഉണ്ടല്ലോ, ആ സാധനം ഇവിടെയും വരണം. മറ്റുള്ളവരുടെ സൗജന്യം സ്വീകരിക്കരുത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗം, ആ രീതിയിൽ എൻ്റെ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാവണം. അപ്പോഴേ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പം ആ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റി. അപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ചൂഷണം ഞാൻ ചെയ്യില്ല, അതോടൊപ്പം തന്നെ മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടാനും ഞാൻ നിന്നു കൊടുക്കില്ല. അനാവശ്യമായിട്ട് കടം ചോദിക്കുന്ന ആൾക്കാരോട് സോറി കേട്ടോ പൈസ കിട്ടില്ലേ എന്ന് പറയാൻ പറ്റും. കാരണം ഞാനായിട്ട് വേറൊരുത്തനെ കുഴപ്പത്തിലേക്ക് നീക്കേണ്ട കാര്യമില്ല. അതല്ല, വ്യക്തിപരമായിട്ട് എനിക്ക് ഡീൽ ചെയ്യാം, നാളെ എനിക്ക് കൊണ്ടുവരാമെന്നെങ്കിൽ പൈസയുടെ കടം പിടിക്കലോ പരിപാടിയൊക്കെ എനിക്ക് നടക്കാം. അപ്പൊ ചൂഷണം ഞാൻ ആരെയും ചെയ്യരുത്, വേറൊരാളാൽ എന്നെ ചൂഷണം ചെയ്യാനും ഞാൻ അനുവദിക്കരുത്. അവിടെയാണ് ആത്മീയത പ്രവർത്തിക്കേണ്ടത്. അതല്ലാണ്ട് എന്ത് പറഞ്ഞാലും കൊടുക്കുക, മറ്റു കാര്യങ്ങൾക്ക് വരുത്തുക, ഇതായിരുന്നില്ല. അപ്പൊ അത് പണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി വന്ന ഒരു കാര്യമാണ്. പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തെ എനിക്കുള്ള തത്വദീക്ഷയുള്ള ഉത്കർഷേച്ഛ, യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക. ആ പണം എങ്ങനെ ഉണ്ടാക്കണം, ഏത് രീതിയിലാണ് എൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് പ്രധാന ലക്ഷ്യമാകാതെ, അത് തന്നെ മുഖ്യമായ ലക്ഷ്യമാകാതെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾക്ക് ചെയ്യേണ്ട രീതിയിൽ എൻ്റെ ന്യായീകരണങ്ങളോ എൻ്റെ പരാജയങ്ങളോ മറയ്ക്കാൻ എൻ്റെ പുതിയൊരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയിട്ട് ഞാൻ അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നാണ്.
പുതിയ ബോധ്യം വന്നത്. പിന്നെ അഗാധമായ ലക്ഷ്യമാണ്. എവിടേക്കാണ് ഞാൻ പോകുന്നത്? എൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തികളിൽ നിന്ന് മാറുക, വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ജീവിതത്തെ എങ്ങനെ വൺ ഡേ അറ്റ് എ ടൈമിലൂടെ എനിക്ക് സന്തോഷിക്കണം, ഒരു കരുതിയിരിപ്പ് ഉണ്ടായിരിക്കണം, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അതേപോലെ വിലയില്ലാത്ത ആഗ്രഹങ്ങളിൽ അധിഷ്ഠിതമായ എൻ്റെ പെരുമാറ്റ വൈകല്യങ്ങൾ, അതൊക്കെയാണ് എൻ്റെ ലക്ഷ്യത്തിലെ തടസ്സങ്ങൾ. അവിടെയാണ് ഏടെ പ്രോഗ്രാം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഒരു കാര്യവും ഇല്ലാതെ, ദീർഘവീക്ഷണം ഇല്ലാതെ പണം കൊണ്ട് എല്ലാം നേടിയെടുക്കാം, പണം ഉണ്ടായിട്ട് അമിതമായിട്ടുള്ള സന്തോഷങ്ങളെ കണ്ടെത്തുക, പെട്ടെന്ന് ഉണ്ടാവുന്ന പ്ലഷറുകളുണ്ട്, അതൊക്കെ അഡിക്ഷനാണ്. അതെല്ലാം എൻ്റെ റിവാർഡ് സെന്ററുകളെ ഓപ്പൺ ചെയ്യുകയും എനിക്ക് വീണ്ടും ദുഃഖം ഉണ്ടാക്കും. അതിന് പകരം ദീർഘവീക്ഷണത്തോടു കൂടി നീണ്ടു നിൽക്കുന്ന സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന്റെ പ്രത്യേകത വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നില്ല, എനിക്കത് നിർത്താൻ പറ്റും. അതായിരുന്നു എനിക്ക് പ്രോഗ്രാം പണത്തിന്റെ കാര്യത്തിൽ തന്നത്. എനിക്കുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റി. അവിടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ സ്വീകരിക്കാൻ പ്രോഗ്രാം എന്നെ പ്രാപ്തമാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ എനിക്കൊരു പരാജയം ഉണ്ടായാലും അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. ആ പരാജയത്തിൽ കടക്കാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കും. എ മുതൽ സെഡ് വരെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 26 അക്ഷരമുണ്ട്. അതുകൊണ്ട് പൈസയുടെ കാര്യത്തിലെ പ്രശ്നങ്ങൾ നീക്കാൻ പറ്റി. അതെന്താ? എൻ്റെ വിലയില്ലാത്ത ആഗ്രഹങ്ങൾ അധിഷ്ഠിതമായ എൻ്റെ പെരുമാറ്റ വൈകല്യങ്ങളെ കണ്ടെത്തിക്കൊണ്ടാണ്. അതാണ് എൻ്റെ പാതയിലെ തടസ്സങ്ങൾ, ലക്ഷ്യത്തിന്റെ പാതയിലെ ഏറ്റവും പ്രധാനമായ തടസ്സങ്ങൾ. അപ്പൊ എന്താണ്? എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എന്നോട് പറയുള്ളൂ. യുക്തിരഹിതമായ ആവശ്യങ്ങൾ എന്നോട് ഞാൻ ഉന്നയിക്കില്ല. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് പണത്തിന്റെ കാര്യത്തിൽ സ്വന്തം കാര്യങ്ങളിൽ ഉണിയ ഭയത്തിൽ നിന്നുള്ള മാറ്റം ഉണ്ടായി. എൻ്റെ ആവശ്യങ്ങൾ കുറയ്ക്കാൻ പറ്റി. ഉള്ളതിനെ എങ്ങനെ നിലനിർത്തുകയും എനിക്ക് വേണ്ടത് നേടിയെടുക്കാനും എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പ്രവൃത്തിയിൽ തന്നെയാണ് എന്ന ബോധ്യമായിരുന്നു പണത്തിന്റെ കാര്യത്തിൽ ഇന്ന് നിൽക്കുന്നത്. ഓരോ സമയങ്ങളിലും പണം ഉണ്ടാവേണ്ട കാര്യങ്ങൾക്ക് അത് ഉണ്ടാക്കാനും അവിടെ ഒരു മടിയുമില്ലാതെ ആ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കാനും കൃത്യമായിട്ട് ഏടെ പ്രോഗ്രാം ഇന്ന് സഹായിക്കേണ്ടതെന്നുള്ളതാണ്. പിന്നെ അധികാരമാണ് രണ്ടാമത്തെ കാര്യം. അധികാരത്തിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നതിന് മുന്നേ തന്നെ പല സംഘടനകളിലും പ്രവർത്തിക്കുകയും ആ സംഘടനകളിൽ തന്നെ എല്ലാത്തിൻ്റെയും സെന്റർ ഓഫ് ദ അട്രാക്ഷൻ ഞാനായിരിക്കണം എന്നുള്ള ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം കസേര ഇട്ടിട്ട് നമ്മൾ ഇരുന്നവനാണ്, സ്വന്തം വഴി വെട്ടിത്തെളിച്ച് വന്നവനാണെന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള മനുഷ്യരെ നിയന്ത്രിക്കുക, ആ നിയന്ത്രണത്തിലൂടെ അധികാരത്തിനൊരു പ്രത്യേക സുഖമാണ്. അതുകൊണ്ടാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ മരിച്ച റീത്ത് പോലും കിട്ടാത്ത ഈ ഫെലോഷിപ്പിന്റെ വിശ്വസ്ത സേവകരാവാൻ ഇത്രയധികം മത്സരവും തത്വദീക്ഷയില്ലാത്ത കാര്യങ്ങളൊക്കെ ആളുകൾ നടത്തുന്നതെന്ന് എനിക്ക് ആദ്യകാലത്ത് മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എന്തിനാണ്. മരിച്ച റീത്ത് പോലും കിട്ടില്ലേ. അവിടെ ഈ അധികാരം എന്ന് പറയുന്നത് വല്ലാത്ത ലഹരിയാണ്. കള്ള് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ്. അത് ഒരു ചെറിയ സ്ഥാനം തൊട്ടിട്ട്, ഒരു ഗ്രൂപ്പിന്റെ ചുമതല തൊട്ടിട്ട്, അതുകൊണ്ടല്ല വർഷങ്ങളായിട്ട് ആളുകൾ, ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടും, പിന്നെ ഈ ചുമതല മാറാത്തത്. വർഷങ്ങളായിട്ട് ഏടെ ഗ്രൂപ്പിന്റെ നമ്പർ വരെ മാറ്റാൻ തയ്യാറില്ലാത്ത ആളുകളെ കണ്ടില്ല. അവരുടെ കുറ്റം പറയല്ലേ. ഇത് എനിക്കും കടന്നു വരും. ഞാൻ എൻ്റെ പഴമക്കാരനെ ഈ ഗ്രൂപ്പിൽ കുറ്റം പറയുമ്പോൾ ഈ പഴമക്കാരന്റെ അതേ സ്വഭാവം എനിക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ പഴമക്കാരൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ ഞാൻ പിന്നീട് കടന്നു വരിക, മറ്റു മനുഷ്യരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക, വരുന്ന ആൾക്കാരെ വിലയിരുത്തുക, എല്ലാം മറന്നുപോകും. അത് അധികാരത്തിന്റെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. പുതുമക്കാർ വന്നാൽ അവരോട് എങ്ങനെ പെരുമാറേണ്ടത്. മദ്യാസക്തന്റെ ഒരു കുഴപ്പമെന്താ വെച്ചാൽ കുറച്ച് ദിവസം കുടിയെന്നാണ് മാറി നിന്ന് കഴിഞ്ഞാൽ ഓനൊരു കിരീടം വെക്കാത്ത രാജാവാകും ഞാനെന്ന കുടിയൻ. ഓനെല്ലാം അറിയാന്നുള്ള ഭാവാ. പിന്നെ അപ്പൊ മറ്റുള്ളവരെ ഇങ്ങോട്ട് ഉപദേശിച്ചാൽ ഇത് ഇന്നലെ വരെ ആ റോഡ് ചാല് കടന്നോനാ ഞാൻ എന്നുള്ള ബോധ്യം ഇല്ലാണ്ട് മറ്റോനെ ഉപദേശിക്കാൻ പോണേ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 2-ാമത്തെ അധ്യായം 1-ാം പടിയിൽ ഒരു കാര്യം പറഞ്ഞു. മദ്യപാനം പ്രശ്നമായിരുന്ന മദ്യാസക്തന് എന്ന പരിഹാര മാർഗം കണ്ടെത്തിയ ആൾക്ക് തന്റെ അനുഭവങ്ങളുണ്ട്. ഇതില് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, മറ്റുള്ള ആളുകളുടെ അനുഭവങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കാറില്ല, മറ്റുള്ളവരെ പരാമർശിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാറില്ല. പിന്നീടുള്ള കുടുംബത്തിലൊക്കെ പറയുന്ന വാചകമാണത്. അവിടെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു മദ്യാസക്തന്റെ വിശ്വാസം നേടിയെടുത്തത് ബിൽ വിൽസൺ സ്വന്തം കഥ പറഞ്ഞിട്ടായിരുന്നു. ഡോക്ടർ ബോബിനെ ഉപദേശിച്ചിട്ടല്ല. ബോബെ നിനക്ക് നാണോ മാനോ ഉണ്ട്, ഈ ഒരു ഡോക്ടർ അല്ലടോ എന്ന് പറഞ്ഞുകൊണ്ടല്ല ബിൽ വിൽസൺ ബോബിനോട് ഉപദേശിച്ച അനുഭവങ്ങൾ, ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു എന്ന ആര്യാണ് തന്നെ സമീപിക്കുന്ന ആൾക്ക്
തന്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതാണ് പ്രധാനം. ഉപദേശില്ല. ഏടെ മീറ്റിംഗിൽ വരാനല്ല പറയണേ. ഞാൻ ഇങ്ങനെയാ വന്ന, അത്രേ ഉള്ളൂ. സംസാരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. തന്റെ പ്രശ്നത്തിലുള്ള പരിഹാര മാർഗം ഇയാൾക്ക് അറിയാമെന്ന് അയാളുടെ പെരുമാറ്റം വിളിച്ചു പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതല്ല കടന്നു വരിക. നമുക്ക് എന്താണ്, നമുക്ക് നിയന്ത്രിക്കാനും മറ്റുള്ളവരെ അങ്ങ് ഉപദേശിച്ച് ശരിയാക്കി കളയാം എന്നുള്ള ഭാഗം വരും. ഈ അധികാരമാണ്. അധികാരം സ്ഥാപിക്കുക, മറ്റുള്ളവനേക്കാൾ ഉയർന്നു നിൽക്കുന്നു. അതെനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയുടെ പാരമ്പര്യം പരിശീലിക്കാൻ പറയുന്നതിന്റെ പ്രധാന കാരണം എയിൽ എന്ത് പരിശീലിക്കുന്നു അതെനിക്ക് പുറത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 1.5 മണിക്കൂർ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ വേറെ ആൾക്കാർ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യവും എനിക്ക് യോജിക്കാൻ പറ്റാത്ത പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കുക, അതിന് മറുപടി പറയരുത് എന്ന് പറയണത് വിയോജിപ്പുകളുടെ ഇടയിൽ മറ്റുള്ളവർക്ക് അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പഠിച്ച ഒരു സംഭവമാണ്. പല ചർച്ചകളും ഉണ്ടാകുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മധ്യസ്ഥനും അങ്ങനെ തന്നെയാണ് ഞാനും. മറ്റുള്ളവരെ പറയാൻ സമ്മതിപ്പിക്കില്ല. അവിടെയാണ് മീറ്റിംഗിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ അധികാരം എന്ന് പറയുന്ന കുഴപ്പങ്ങൾ എനിക്കുണ്ട്. സെന്റർ ഓഫ് ദ അട്രാക്ഷൻ ആവാൻ അത് ഗ്രൂപ്പ് എന്ന് തിരിച്ചറിയാൻ പറ്റും. അവിടെയാണ് ഞാൻ പാരമ്പര്യങ്ങൾ ഉപയോഗിക്കേണ്ടത്. മറ്റുള്ളവരെ അംഗീകരിക്കുക. അതേപോലെ എന്നെ അംഗീകരിക്കാത്ത ആൾക്കാര്, അവരുമായിട്ട് എനിക്ക് നല്ല ബന്ധം ഉണ്ടാകാൻ പറ്റില്ല. 3ാമത്തെ പടിയിൽ പറഞ്ഞിട്ടുണ്ട്, ആ സെൽഫ് സെന്റേർഡായ ഈഗോസെൻട്രിക് ആയ നടൻ ഞാൻ അനുകൂലിക്കുന്ന രീതിയിൽ എല്ലാവരും പ്രവർത്തിച്ചാൽ വളരെ നല്ല ആളാ ഞാൻ. എന്നെ ചെറുതായിട്ട് വിമർശിക്കുന്ന എൻ്റെ പഴയ സംഘടനകൾ, സാമൂഹ്യ സംഘടനകളിലൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ. അവരെ തകർക്കാൻ ഏതു വഴിയും സ്വീകരിക്കും ഞാൻ. ഒരു കാര്യമില്ലാണ്ട് അവന്റെ കുറ്റം പറയുക, അവന്റെ മറ്റു കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, അത് പറഞ്ഞ് ഒന്നും നടന്നില്ല എന്നെങ്കിൽ അവനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച് നടക്കുക. ഇതും ഒരു അസുഖമാണ്. ഇത് അധികാരത്തിന്റെ സ്ഥാനത്തിലുണ്ട്. അപ്പൊ നമ്മളെ ചെറുതായി വിമർശിക്കുന്ന ആൾക്കാരെ പോലും നമ്മൾ ഉൾക്കൊള്ളില്ല. അവരെ തകർക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്നുള്ള തോന്നല്. എന്ത് നെറികെട്ട പരിപാടിയും അധികാരത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന അത്യാസക്തൻ. ഈ അധികാരം കുടുംബത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഭാര്യ, മക്കള്, അമ്മ, എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ ഇവരൊക്കെ എൻ്റെ അടിമയാണ്. ഞാന് മൂത്രത്തിലും ഛർദിയിലും കിടന്നപ്പോൾ എൻ്റെ ജീവൻ രക്ഷിച്ച എൻ്റെ അമ്മ മീറ്റിംഗ് രാവിലെ ജ്വാലയുടെ മോഡറേറ്റർ ചെയ്യുമ്പോൾ അടുക്കളയിൽ പാത്രം കിളിഞ്ഞ് ശബ്ദം ചെയ്താൽ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് അമ്മേനെ 4 തൊള്ളടല. എന്നിട്ട് ഇവിടെ ഭയങ്കര പ്രസംഗമാണ് ഏയിലെ ജീവിത രീതിയാന്ന് പറഞ്ഞിട്ട്. DL റിഫ്ലക്ഷൻ ഇടുമ്പോൾ അവിടുന്ന് ശബ്ദം ഉണ്ടാക്കി ഇറങ്ങി വരുമ്പോൾ ആകെ മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ചൂടാവും. ഉണക്കണ്ട് വിളിച്ചു പറയും. ആ ദേഷ്യം വന്ന വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് പറഞ്ഞ മാതിരി പറയാ. ദേഷ്യം കൺട്രോൾ ചെയ്യുക. ഇത് നമ്മെല്ലാം മറന്നു മധ്യാസക്തൻ. കാരണം എന്താ? ഞാൻ കുടുംബനാഥനാണ്, കിരീടം വെക്കാത്ത രാജാവാണ്, എന്നെ കേൾക്കണം മറ്റുള്ളവർ. എന്തോ വലിയ കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ കുടുംബം നോക്കുന്നത് ഞാനാന്നാണ്. ഞാൻ പറയുന്നത് അവർ കേൾക്കണം. പലപ്പോഴും ഈ കുടുംബത്തിലെ കുടിച്ച എൻ്റെ പൈസക്കാ കുടിച്ചതെന്ന് പറയുമ്പോൾ ഒരു പഴമക്കാരൻ ചോദിച്ചിട്ടുണ്ട് പണ്ട്, അതെങ്ങനെയാ നിന്റെ പൈസക്ക് മാത്രമായിട്ട് കുടിക്കാൻ പറ്റുക? നിന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിന്റെ ഭാര്യ, നിന്റെ മകൾ, നിന്റെ അമ്മ. നിനക്ക് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 25 രൂപ മാത്രമേ നിനക്ക് അവകാശപ്പെട്ടിട്ടുള്ളൂ. ആ 25 രൂപയ്ക്കാണോ നീ കുടിച്ചത്? അല്ല, അങ്ങനെ കരുതില്ല. ആ 100 രൂപ എനിക്ക് സ്വന്തമാണ്. അതിൽ മറ്റുള്ളവർക്ക് അവകാശം ഉണ്ട് എന്നുള്ളത് വെച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. മറ്റെല്ലാം അടിമകളാണ്. ഞാൻ കിരീടം വെക്കാത്ത രാജാവ്, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രജകൾക്ക് പ്രജാവത്സരനായ ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ് മുകളിലിരുന്നിട്ട് എന്നുള്ള ചിന്തയാണ്. ഞാൻ പറയുന്നത് മറ്റുള്ള ആൾക്കാർ കേൾക്കണം. എന്നെ എതിർത്ത് ആരും മിണ്ടരുത്. ഒരേ ഒരു രാജാവാണ് ഞാൻ എല്ലാ ആൾക്കാരുടെയും. എതിർപക്ഷമില്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പുല്ല് വിലയാണ്. എല്ലാവരും എന്നെ അംഗീകരിക്കണം. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ മറ്റുള്ളവർ പെരുമാറിക്കൊള്ളണം. ഞാനിവിടെ മീറ്റിംഗ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യയോട് പലപ്പോഴും ചൂടാവുന്നു. നിനക്കറിയില്ലേ ഞാൻ ഇവിടെ മീറ്റിംഗ് നടത്താൻ, നീ മോനോട് നിനക്ക് പതുക്കെ സംസാരിച്ചോടെ, നീ എന്തിനാ അങ്ങനെ വാതിൽ തുറന്ന്? ഈ രീതിയിലാണ് പലപ്പോഴും ദേഷ്യം വരും. നമ്മുടെ മീറ്റിംഗിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ അറിയാണ്ട് മ്യൂട്ട് ആകുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നതിന്റെ കാരണം എന്താ? നമ്മൾ വിചാരിക്കാതെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു തടസ്സമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ എനിക്ക് കടന്നു വരുന്നുണ്ട്. മറ്റുള്ള ആളുകൾ അവർക്ക് അവരുടെ സാഹചര്യം എന്താന്ന് ഞാൻ അറിയില്ലാന്നേ. ഇപ്പൊ ഞാനാണ് സംസാരിക്കുന്നത്, എന്റെ മൈക്കാ മ്യൂട്ട് ചെയ്ത് എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ. അപ്പൊ അയ്യോ സോറി കേട്ടോ, ഞാൻ അറിയാണ്ട കൈ തൊട്ട്, ഞാൻ വേറെ പണിയിലായിരുന്നേ.
യഥാർത്ഥത്തിൽ മീറ്റിംഗ് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റും. ചിലപ്പോൾ ഈ ഓൺലൈനൊക്കെ ആകുമ്പോൾ നമ്മൾ യാത്രയൊക്കെ ആവും, കയ്യിൽ ചിലപ്പോൾ ചെവിയിൽ വെച്ചിട്ട് ചിലപ്പോൾ അൺമ്യൂട്ട് ആവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് എൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ എനിക്കത് ന്യായമുണ്ട്. മറ്റുള്ളവർക്ക് ഒരു തെറ്റും പറ്റരുത്. വളരെയധികം അധികാരത്തിന്റെ ഒരു കുഴപ്പതാണ്, അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്ക് എന്തും കാണിക്കാം, ബാക്കിയുള്ള അണികൾ അത് ചെയ്യാൻ പാടില്ല, അത് ശ്രമിക്കില്ല. അവിടെ അധികാരം എന്ന് പറയുന്നത് വളരെ രീതിയിലാണ്. മറ്റുള്ളവർ ഞാൻ ആഗ്രഹിച്ച രീതിയിലേക്ക് പെരുമാറണം. അതല്ലാന്നുണ്ടെങ്കിൽ ഭാര്യ ശരിയല്ല, എന്താ ചെയ്യിച്ച പെണ്ണിനെ കൊണ്ടൊരു സ്വൈരവും സമാധാനം ഇല്ല. എപ്പ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വർത്താനാണ്, ആനയാണ് ചേനയാണ് പറഞ്ഞ അവരുടെ കുറ്റം പറയാൻ തുടങ്ങി. ഓരോ കുറ്റങ്ങളാണ്, പരാതികൾ അവരെ കുറിച്ച്, മറ്റുള്ളവരോട് പരിഭവങ്ങൾ പറയുക, ഒരു സ്വസ്ഥത തരുന്നില്ല, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. ഇതിനൊക്കെ എന്തുകൊണ്ടാണ്? കുടുംബത്തിലെ ആ നെടുനായകത്വം എനിക്ക് ഉണ്ടാവണം എന്നാണ്. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മുടെ പ്രോഗ്രാമിൽ പറയുന്നത്, മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം എന്നതിന് പകരം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നതിന് പകരം മറ്റുള്ളവരെ സ്നേഹിക്കാൻ നീ തയ്യാറായോ? നീ കുടുംബത്തിൽ നിന്ന് എന്ത് കിട്ടി എന്ന് പറയുന്നതിന് പകരം കുടുംബത്തിന് എന്ത് കൊടുക്കാൻ പറ്റി എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം എന്നോട്. അതിനെന്താ ചെയ്യേണ്ട? എവിടെയാണ് എൻ്റെ കുഴപ്പം എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അധികാരം ഏത് രീതിയിലാണ് എന്നെ ദുഷിപ്പിക്കുന്നത്, എൻ്റെ സന്തോഷവും സമാധാനവും നശിപ്പിക്കുന്ന അധികാരത്തെക്കുറിച്ചുള്ള ബോധ്യം, എൻ്റെ ഉള്ളിൽ ആ മെയിൽ സോവനിസ്റ്റായ മനുഷ്യൻ ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റു വാർത്തകളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ കീഴെ കൊണ്ടുവന്ന് മറ്റവനെ അടിക്കണം, അവനെ കൊല്ലണം എന്ന് കമന്റ് ഇടുകയും അവനവൻ്റെ വീട്ടിലെ ഹിറ്റ്ലറായിട്ട്, ഇത് എന്നെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഷാർജയിലെ കേസൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കുറ്റം പറയാനുമില്ല. അതുപോലെ മറ്റേ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇടപെട്ട രണ്ടുപേരും ഒന്നും പറയാനില്ല എനിക്ക്, ഞാൻ തന്നെയാണ് അവരെന്ന് മനസ്സിലാവുന്നത് പലപ്പോഴായിട്ട്. മറ്റുള്ളവർ എന്ത് അവരുടെ നാർസിസിക് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോഴും ഇവിടെയൊക്കെ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഞാനായിരുന്നു എന്നുള്ള ആ ബോധ്യം. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിന് സ്വയം സഹതാപൊന്നും വേണ്ട. ഈ അധികാരത്തോടുള്ള നിന്റെ ആഗ്രഹം നിനക്ക് ഏതൊക്കെ രീതിയിലാണ് എന്ന ബോധ്യം ഉണ്ടെങ്കിൽ നീ നിന്റെ തെറ്റുകളെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? തിരുത്താൻ തയ്യാറാവുക. തെറ്റുകളെ തിരിച്ചറിയുക. അധികാരത്തെ കുടുംബത്തിന്റെ കാര്യത്തിൽ ആ രീതിയിലാണ്, എല്ലാത്തിലും അതാണ്. എന്നിട്ട് നിന്റെ തെറ്റുകളെ നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നേട്ടങ്ങളായിട്ട് പരിവർത്തനം ചെയ്യാൻ പറ്റും എന്നേ പറഞ്ഞു. സ്വയം സഹതാപൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അതിന് ചില മാറ്റങ്ങൾ വരുത്തുക. ഭാര്യ അടക്കം, ഭാര്യനെ പലപ്പോഴായിട്ട് നമ്മൾ അവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുകളും അവരുടെ കുറ്റങ്ങളും അത് കളിയാക്കലായിട്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ പറയാതിരിക്കാൻ പറ്റുമെന്ന് വെച്ചു. പ്രധാന പോയിന്റ് ആയിരുന്നു അത്. അതിന് പകരം നമ്മൾ അവരെ കളിയാക്കി പറയുമ്പോൾ അവർക്കും വികാരമുണ്ട്, നമ്മൾ മനസ്സിലാക്കില്ല. നമ്മളെ കുറിച്ചാണ് അത്തരത്തിൽ പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? വേറെയുള്ള ആൾക്കാരോട് അവർ നമ്മളെ കളിയാക്കി പറയുമ്പോൾ ഇത് തന്നെയല്ലേ മറ്റുള്ളവർക്കും ആഗ്രഹമുണ്ട്. അവർക്കും അവരുടേതായ വികാരങ്ങളും ചിന്തകളും ഉണ്ട്. അവരോട് അഭിപ്രായം ചോദിക്കാണ്ട് എന്തെങ്കിലും സാധനം എടുത്തു വന്ന് ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടോളെന്നാ എന്നിട്ട് പറയാം, അവർ കുറ്റം പറയും. ഞാൻ അവരുടെ അഭിപ്രായം ചോദിക്കില്ല, അവർക്ക് എന്താ ഇഷ്ടം എന്ന് ചോദിച്ചില്ല. അവിടെയാണ് പറഞ്ഞത്. എന്ത് കുടുംബത്തിന് കൊടുക്കാം, മറ്റുള്ളവരെ പരിഗണിക്കുന്നുണ്ടോന്നാണ്. മറ്റുള്ളവർ നമ്മളെ പരിഗണിക്കണം എന്ന ചിന്ത എടുത്തു മാറ്റണം. അതിന് പകരം എന്താണ്? ഞാൻ കുടി നിർത്തിയത് എനിക്ക് വേണ്ടിയിട്ടാണ്. ആദ്യകാലത്തൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ കുടി നിർത്തിയത് എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കില്ല. ഞാൻ കുടിക്കാൻ പോകും, കുടിക്കാൻ പോയാൽ ആർക്ക് പോയി? അവർക്ക് വേറെ പരിപാടി നോക്കി പോവാം. പലരും സഹിക്കുന്നത് ഈ പറഞ്ഞ കുട്ടികളും മറ്റു കാര്യം കൊണ്ട് അവർക്ക് പോയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ എക്സ് ഇട്ടിട്ട് പോയത് അതുകൊണ്ട് തന്നെയല്ലേ. എന്താ സംഭവിച്ചൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞാൻ കുടി നിർത്തിയത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യം എനിക്കില്ലാത്തതുകൊണ്ടാണ്. ഞാൻ കുടി നിർത്തിയോണ്ട് ഭാര്യയൊക്കെ മിണ്ടാതിരിക്കണം, എന്നോട് എങ്ങനെ ആവണം, എന്നോട് വീട്ടിൽ ചെല്ലുമ്പോൾ ആരും ചൂടാവരുത്, ഇത്തരം ആവശ്യപ്പെടൽ നടത്തുന്നത് അതുകൊണ്ടാണ്. മറ്റുള്ളവർ എന്നെ പരിഗണന കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കുടി നിർത്തി എന്ന് പറഞ്ഞിട്ട്. ഏതൊരു കാര്യത്തിലും മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കാൻ, അവർ വേറൊരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ്, അടിമയൊന്നുമല്ല. അവർക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ അവരും ചെയ്യുന്നില്ലേ, നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്. പലപ്പോഴും ആ രീതിയിലുള്ള പരിഗണന കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുക. ഏതൊരു കാര്യത്തിലും മറ്റു മനുഷ്യരെ പോലെ അവരുടെ അഭിപ്രായം ചോദിക്കുക. വേറെ ഇൻഡിവിജ്വൽ വ്യക്തിയാണ്, അവർക്കും അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെ കുടുംബത്തിലും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എല്ലാം എൻ്റെ രീതിയിൽ തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം ചോദിക്കലല്ല. നമുക്ക് സിനിമയ്ക്ക് നിന്ന് പോയാലോ, അത് പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം. കാരണം ഞാൻ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് ഇപ്പൊ സിനിമയ്ക്ക് പോകണം. അതിന് പകരം അയ്യോ എനിക്കിന്ന് വെയ്യ കേട്ടോ, നടുവിന് വേനയുണ്ട്, വയറിന് വേനയാണ്, ശരി എന്നാ വേണ്ട നമുക്ക് പിന്നെ പോവാം. അവിടെ ഒരു മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുക. ആ രീതിയിലാണ്. മറ്റേത് എൻ്റെ അഭിപ്രായം പറയണം പറഞ്ഞ അഭിപ്രായം ചോദിക്കലല്ല.
അത് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന രീതിയിൽ ചോദിക്കാൻ പറ്റും. അതിന് പകരം അവിടെ വേറൊരു അഭിപ്രായം ഉണ്ടാവും. ആദ്യം തന്നെ പ്ലാനും പദ്ധതി ഉണ്ടാക്കാതിരുന്നാൽ മതി. അപ്പൊ എനിക്ക് ദുഃഖം ഉണ്ടാവില്ല. അപ്പൊ അവിടെയാണ് എൻ്റെ അധികാരത്തെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാൻ പറ്റും. മറ്റുള്ളവർ ഇൻഡിവിജ്വൽ വ്യക്തിയാണെന്നുള്ള പരിഗണന കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റും. ഒരു കാര്യത്തിൽ വാശിയില്ലാതെ സംസാരിക്കാൻ എന്നുള്ള ബോധ്യം ഉണ്ടാവും. എല്ലാ വികാരങ്ങളും അവരുണ്ട്. അവരാരും അടിമയല്ല. കുട്ടികളടക്കം ഒന്നും നമ്മൾ ഭരിക്കപ്പെടേണ്ട ആളുകളല്ല. ഒരു ടീനേജ് പ്രായമായി കഴിഞ്ഞാൽ അവരുടെ വരെ അഭിപ്രായത്തിന് വിലയുണ്ട് എന്നുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം തന്ന ബോധ്യമാണ്. അവിടെയാണ് നമുക്കിന്ന് കുടുംബത്തിലെ ജനാധിപത്യം കൃത്യമായിട്ട് പാലിക്കാനായിട്ട് പറ്റുന്നത്. സമൂഹത്തിലും ഇത് തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ കാണിക്കുന്ന അതേ കാര്യമാണ് സമൂഹത്തിലും. പതുക്കെ പതുക്കെ മറ്റ് സംഘടനകളിൽ ആക്റ്റീവ് ആകുമ്പോഴും അവിടെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവം മാറി എനിക്ക് ശരിയാക്കാൻ പറ്റുന്നത് ശരിയാക്കുകയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ മറ്റ് വിമർശനങ്ങളൊക്കെ പോയി അവരെ വിമർശിച്ച് പലതിട്ടാൽ അവർ തിരിച്ചു പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിച്ച് കാട്ടിക്കൂട്ടൽ നടത്തേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്നുള്ള ചുമതല കുറച്ചാൽ തന്നെ മറ്റ് സംഘടനാ പ്രവർത്തനമൊക്കെ ഞാൻ പതുക്കെ കുറയ്ക്കാൻ പറ്റി. ഇനി അവിടെ പോയി നിന്നാൽ പോലും അതിലൊക്കെ ആള് കളിക്കുന്ന സ്വഭാവം പതുക്കെ മാറ്റാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ആ സംഭവങ്ങളിൽ നിന്നും പതുക്കെ മാറി. കാരണം എനിക്കതറിയാം, അവിടെ പോയിരുന്ന് അറിയാണ്ടെങ്കിലും എൻ്റെ ഭരണവും എല്ലാം അധികാരവും എൻ്റെ കയ്യിലാവണം എന്ന് പറഞ്ഞാൽ മറ്റേ സ്വഭാവമൊക്കെ കടന്നു വരും. കാരണം ഈ സ്വത്വം എന്ന് പറയുന്നത് യഥാർത്ഥ സ്വഭാവമാണ്. അത് എളുപ്പമാണ് വരാൻ. ഈ സ്വാഭാവിക ആഗ്രഹങ്ങളുടെ നേർ വിപരീതം പോകാനേ പറഞ്ഞത് അത് എളുപ്പമല്ല. അവിടെ മറ്റുള്ള മനുഷ്യരെ അംഗീകരിക്കുക, അതേപോലെ നല്ല വാക്കുകൾ എയിൽ മറ്റുള്ള ആൾക്കാരെ പറയണ പോലെ തന്നെ എയിൽ ചെയ്യുന്ന കാര്യം അവിടെയാണ് പാരമ്പര്യം ഒന്ന് പരിശീലിക്കാൻ പറ്റും. പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നന്ദി പറയുക, അവരുടെ പ്രവൃത്തികളെ പുകഴ്ത്തി പറയുക, വനത്തിലെ സൗന്ദര്യം കാണാൻ ശ്രമിക്കുക, വനത്തിലെ ഉണങ്ങിയ കമ്പും ജില്ലയും കാണുന്നതിന് പകരം മറ്റു മനുഷ്യരുടെ നന്മയിലേക്ക് നോക്കുക. കുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ ഒന്നും എന്നെ ആള് കളിക്കുന്ന ആ സ്വഭാവം മാറ്റിയ ഗ്രൂപ്പ് കളിയില്ലാതെ, പുറത്തെ സംഘടനകളിലും അതാണ്, ഗ്രൂപ്പ് ചേർന്ന് നിൽക്കാതെ ആ ഗ്രൂപ്പിന്റെ പുറത്ത് നമ്മൾ എയിൽ പറയാറുണ്ട്, എ ഗ്രൂപ്പ് ഓക്കെയാണ്, ഗ്രൂപ്പിന്റെ ഉള്ളത് ഗ്രൂപ്പുകളിൽ കുഴപ്പമുണ്ടാക്കും എന്ന് പറയും. അതേപോലെയാണ് ഈ അധികാരത്തിന് വേണ്ടിയുള്ള കളികൾ. ആൽക്കഹോളിക്സ് അനോണിമസിലെ നിരവധി പേരുടെ ജീവൻ എടുത്തത് തുടക്കത്തിൽ തന്നെ പഴമക്കാരായിട്ട് റേയുടെ ചരിത്രത്തിലൂടെ പരിശോധിച്ചാൽ ഈ ബിഗ് ബുക്ക് ഇറങ്ങുന്നതിന് കാരണമായ പഴമക്കാരൻ തൊട്ട് പലരും കുടിച്ച് മരിക്കാൻ കാരണമായത് ഈ പറയുന്ന അധികാരവും സെക്സും എല്ലാം പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. അപ്പൊ ആ കാര്യങ്ങളില്ലാതെ നീതിയുടെ ഒപ്പം നിൽക്കാനുള്ള ബോധ്യം, വിയോജിപ്പുള്ള ആളുകൾക്ക് ആ വിയോജിപ്പിനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വിയോജിപ്പിനെ വ്യക്തിപരമായി കാണാതെ അവരോടൊപ്പം ഒന്നാം പാരമ്പര്യം നമ്മൾ പറയാറുണ്ട്, ചർച്ചകളും എതിർപ്പുകളും ഉണ്ടെങ്കിലും അവരോടൊപ്പം ഒരു സമയം ഭക്ഷണം കഴിക്കാനും അവരോടൊപ്പം ഒരുമിച്ചിരിക്കാനും പറ്റും. അതല്ല ഒരു വ്യക്തി തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അയാളുമായിട്ട് മിണ്ടാതിരിക്കുക, ഗ്രൂപ്പ് ചേർന്ന് പോരാട്ടം തുടരുക, ഇതൊക്കെ ഏലുണ്ട് അധികാരത്തിന് വേണ്ടിയിട്ട്. ആ പരിപാടി മാറ്റാൻ പറ്റും. ഒരു വ്യക്തിയോട് നമ്മൾ എതിർക്കുന്നതിനർത്ഥം ആ വ്യക്തിയോടുള്ള എതിർപ്പല്ല, ആ ആശയത്തോടാണ്. ആ ആശയം അയാൾ തിരുത്തിയാൽ അയാളായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും, അയാളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റും, എന്നിട്ട് വീണ്ടും അയാൾ തെറ്റിയുമ്പോൾ എതിർക്കാൻ പറ്റും. ആ രീതിയിലുള്ള പരിശീലനത്തിന് തയ്യാറുണ്ടോ? ആ പരിശീലനം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അധികാരവാഞ്ച കുറയണം, എൻ്റെ അഭിമാനബോധത്തെ സന്തുലിതമാക്കണം. ഈ കാര്യങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ ഏല് പാലിച്ചാൽ തീർച്ചയായിട്ടും അധികാരത്തോടുള്ള എൻ്റെ ആഗ്രഹത്തെ കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് തെളിയിക്കുന്നത്. ഒരഭിപ്രായങ്ങളും വ്യക്തിപരമല്ലാതെ കാണാനും അഭിപ്രായം പറയുന്നവരോട് ബന്ധമായ വിരോധം ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ എതിർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് കാലാകാലങ്ങളിൽ വിയോജിപ്പ് അവർ എന്ത് തന്നെ പറഞ്ഞു എന്നല്ല, വീണ്ടും അവർ തിരിച്ചു വന്നാൽ നമ്മൾ പറയാറുണ്ട്, ആ ലുബ്ധനായ പുത്രനെ കുറിച്ച് പറയാറുണ്ട്, എല്ലാം നഷ്ടപ്പെട്ട പുത്രൻ, മുടിയനായ പുത്രൻ തിരിച്ചു വരുമ്പോൾ മുട്ടൻ കാളക്കുട്ടി അറുത്ത് കൊടുക്കണമെന്ന് ബൈബിള് പറയണ പോലെ ആ തെറ്റ് തിരുത്തി വരുന്ന ഓരോ മനുഷ്യരെയും അവരെ കൈനീട്ടി സ്വീകരിക്കാൻ, അവരുടെ ആശയങ്ങളോട് മാത്രമാണ് എതിർപ്പ് എന്നുള്ള ആ ബോധ്യം കടന്നു വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അപ്പോൾ ആ ഭാഗങ്ങളിൽ കൃത്യമായ പ്രവൃത്തി. പിന്നീട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന, ഇനിയിപ്പോൾ സമയം 10 മിനിറ്റേ ഉള്ളൂ, സെക്സ് ആണ്. സെക്സ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലേക്കൊക്കെ കടന്നു വരുമ്പോൾ എന്തിനാണ് ഈ സെക്ഷൽ കാര്യങ്ങളിൽ ഞാൻ വലിയ പുണ്യാളനായിട്ട് മാറേണ്ടത് എന്നുള്ള ചിന്തയാണ്. കാരണം അതിലെത്തുന്നതിന് മുന്നേ ആണെങ്കിലും ലൈംഗിക സംതൃപ്തി എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ ലൈംഗികതയുടെ കാര്യത്തിൽ അഭിപ്രായം പറയുകയും എനിക്ക് ഉഭയകക്ഷി സമ്മതപ്രകാരം എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. അത് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആൾ. പക്ഷെ പലപ്പോഴും മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ ചില കടന്നുകയറ്റങ്ങളും പ്രശ്നങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊക്കെ ഏലും വന്നിട്ടാണ് പിന്നീട് തിരിച്ചറിയുന്നത്. സെക്സിന്റെ കാര്യത്തിൽ എൻ്റെ ലൈംഗിക സംതൃപ്തി എന്ന് പറയുന്നത് അത് ഏത് വിധേനയും നടപ്പിലാക്കണം എന്നായിരുന്നു എൻ്റെ ചുമതല.
അതിന് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ല, പുറത്ത് കാണിക്കുന്ന സ്വഭാവമല്ല ഉണ്ടായിരുന്നു. അത് ബോധ്യമായി തന്നത് എയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ ആരോടും വികാരം ഉണ്ടാവും, ആരോടും എനിക്ക് വികാരം കാണിക്കാം, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെല്ലാം മനുഷ്യൻ എന്ന നിലയ്ക്ക് പറ്റുന്നതാണ്. സ്വാഭാവിക ആഗ്രഹം സെക്സ് തെറ്റാന്ന് പറയാറില്ലല്ലോ, സെക്സ് വേണ്ടതാണ് മനുഷ്യന്. അവിടെ തന്നെ ഈ ആള് കളിച്ചുകൊണ്ട് എനിക്ക് കൂടുതൽ ഇത് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളി സെക്സിന്റെ കാര്യത്തിൽ ഭയങ്കര സംഭവമാണ്. ഇതിലൊക്കെ എന്തോ ആൾക്കാരുടെ വിചാരം, അല്ലെങ്കിൽ എൻ്റെ വിചാരം ഉണ്ടായിരുന്നത് ഈ ലിംഗമാണ് ആണത്വത്തിന്റെ പ്രതീകം എന്ന തെറ്റായ ധാരണ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ആണത്വത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ പറയുക, മറ്റുള്ളവരെ കളിയാക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആണത്വത്തിന്റെ കടകളും ഈ ആണത്വ അധികാരം എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ആരോടും വികാരം ഉണ്ടാവുന്നത് തെറ്റല്ല, പറ്റുന്ന സന്ദർഭങ്ങളിൽ ഇതൊക്കെ പ്രകടിപ്പിക്കും. അതെല്ലാം നാച്ചുറൽ ആണെന്നുള്ള ന്യായം പറയുക. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാർട്ടൂൺ കഥാപാത്രത്തിൽ വരും, തെറ്റ് പറ്റാത്തവരായ ആരുണ്ട് ഗോപു എന്ന് പറയുന്ന രീതിയിൽ ഇതെല്ലാം നാച്ചുറലാണ് എന്നും എൻ്റെതായ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഏത് വിധേനയും എന്തും ചെയ്യാമെന്ന് പറയുന്ന കുത്തഴിഞ്ഞ ലൈംഗികത എനിക്ക് കടന്നു വരികയും ചെയ്യാം. അപ്പോൾ സെക്സ് വീഡിയോ ആയിക്കോട്ടെ, അമിതമായിട്ടുള്ള സെക്സ് വീഡിയോ കാണുന്ന സ്വഭാവം ആയിക്കോട്ടെ, ഈ ചാറ്റുകൾ, മറ്റുള്ള ആളുകളായിട്ടുള്ള ബന്ധം. കാരണം ഞാൻ ഉഭയകക്ഷി യഥാർത്ഥത്തിൽ ഇവരെ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഈ പരിപാടികളിലേക്ക് വീഴ്ത്തുന്ന, പ്രണയങ്ങൾ തൊട്ട് മറ്റു കാര്യങ്ങൾക്ക് എല്ലാം പൂർത്തീകരിക്കാത്ത ലൈംഗികത റിവാർഡ് സെന്റർ ഓപ്പൺ ചെയ്തുകൊണ്ട് ലൈംഗികതയിൽ സുഖം കിട്ടും എന്ന രീതിയിലാണ് ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാക്കുക, അപ്പോൾ പല ആളുകളോടും സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉള്ളിൽ സെക്സ് ലക്ഷ്യം വെച്ചിട്ടാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക. അപ്പോൾ ഇതെല്ലാം ബോധ്യമായി തന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ വന്നിട്ടാണ്. കാരണം പുറമെ ചിരിക്കുക, ഉള്ളില് ആളുകളുടെ മുന്നിൽ മാന്യനായിട്ട് അഭിനയിക്കുക, ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാത്തിനെ കുറിച്ചിട്ടും സെക്ഷൽ സങ്കല്പങ്ങൾ ഉണ്ടാവുക. അതേപോലെ ഭാര്യ അടക്കമുള്ള ആളുകളോട്ട് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ വേറെ പല സംഭവങ്ങൾ ആലോചിച്ചിട്ട് സെക്സ് ചെയ്യേണ്ട അവസ്ഥ വരിക, മാസ്റ്റർബേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സമാധാനം ഇല്ലാതിരിക്കുക, എല്ലാം അനിയന്ത്രിതമായി പോവുക. ഇതെല്ലാം എന്താ കുഴപ്പം? മാസ്റ്റർബേഷൻ ആണെങ്കിൽ പണ്ട് അതിന് ന്യായീകരിച്ചുകൊണ്ട് പറയുമായിരുന്നു, അതെന്താ വേറെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമല്ലോ. പക്ഷെ ഇതൊക്കെ അനിയന്ത്രിതമായ ലൈംഗികത ഉണ്ടാവുകയും മറ്റുള്ളവരിലേക്ക് കടന്നു കയറാനുള്ള പ്രവണത എനിക്കും മറ്റുള്ളവർക്കും ദോഷകരമാവുന്ന രീതിയിൽ ബാധിക്കുന്നുണ്ടായിരുന്നു. അതും പല ആളുകളിലൂടെ കാണാൻ പറ്റി, എയിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മാറ്റത്തിന് വിധേയമാകേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ പ്രോഗ്രാമിലേക്ക് എത്തുമ്പോൾ ധാർമ്മികത ഞാൻ പാലിക്കേണ്ടതാണെന്നാണ് എയുടെ പ്രോഗ്രാം എന്നെ പഠിപ്പിച്ച്. സെക്ഷല് എന്നോട് ഒരു പഴമക്കാരൻ ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, എന്നോട് മറ്റുള്ളവർ ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു സെക്സ് വർക്കേഴ്സിന്റെ അടുത്തേക്ക് പോകാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്കും ഇഷ്ടപ്പെട്ട ആളുടൊപ്പം സെക്സ് ചെയ്യാനുള്ള അധികാരം നീ അല്ലെങ്കിൽ അവകാശം നീ കൊടുക്കുമോ? അതെന്ത് വർത്താനാ പറയണം, അതെങ്ങനെ കൊടുക്കുക? അപ്പൊ നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ അവർക്ക് എന്താ ചെയ്ത? നീയല്ലേ പറഞ്ഞ സ്വതന്ത്രമാണ്, എല്ലാം സ്വതന്ത്രമാണ്, ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലേ. ഇപ്പൊ രണ്ടുപേർക്ക് കക്ഷി ഉണ്ടെങ്കിൽ അപ്പൊ നിന്റെ ഭാര്യ ചെയ്യരുത്, നിനക്കത് ചെയ്യാന്ന് പറയുന്നിടത്ത് എന്ത് ന്യായമുള്ളത്? നിന്റെ ഭാര്യ ഫോണിൽ നീ ഇല്ലാത്ത സമയത്ത് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാണ്ട് തന്നെ ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം എന്താ ഈ സംശയം വരുന്നതിന്റെ പ്രധാന കാരണം തരാം, ഞാൻ ശരിയല്ലാത്തോട്ട് സമയത്തായിരുന്നു സംശയം വന്നിരുന്നത്. അല്ലാത്ത സമയത്ത് നമ്മളെ പോലെയാ മറ്റുള്ളവരെ കരുതുക. അപ്പൊ ഈ തരത്തിൽ അനാവശ്യമായ ബന്ധങ്ങൾ ഉണ്ടാക്കുക, നിസാരമായ സൗഹൃദങ്ങളിൽ നിന്നുകൊണ്ട് സെക്സിലേക്ക് എത്തിക്കുക ആളുകളെ. ഇതിന്റെയൊക്കെ കുഴപ്പം എന്താണ്? എവിടെയോ എപ്പോഴോ കിട്ടിയ തലച്ചോറിലെ ഡോപ്പമിൻ മദ്യപിക്കുമ്പോൾ ഉണ്ടായ പോലെയാണ്. ആദ്യത്തെ കുടിയിൽ കിട്ടിയ എന്തോ ഒരു സാധനം റിവാർഡ് ഉണ്ടായപ്പോൾ പിന്നെയും ആ അനുഭൂതിക്ക് വേണ്ടിയാ കുടിക്കുന്ന. ഈ അനുഭൂതി വരുന്നില്ല, ജീവിതം പോകുന്ന പോലെ തന്നെയാണ് ലൈംഗികത നശിപ്പിക്കുന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. കാരണം അത് എന്നെയും മറ്റുള്ളവരുടെ വികാരമായിട്ട് ജീവിതത്തെ നശിപ്പിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ ആളുകളായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ വേറൊരു കുടുംബം നമ്മളെപ്പോലെ വേറൊരാളും കൂടി അവിടെ ഇരയാക്കപ്പെടുന്നുണ്ട്, അവിടെയും തെണ്ടിത്തരം കാണിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇതൊന്നും താങ്ങാനോ, ഇത് പുറത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ദ്രോഹിക്കുന്ന നിലയിൽ തെറ്റാന്നുള്ള ബോധ്യം മധ്യാസക്തന്റെ ഉള്ളിലുണ്ടാവും. അതെനിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എവിടെയാണ് ഈ പറയുന്ന സെക്ഷൽ കാര്യങ്ങളിൽ എൻ്റെ കുഴപ്പമുണ്ടായിരുന്നത്? എവിടെയാണ് ഞാൻ സ്വാർത്ഥനായിരുന്നത്? ഏത് ആഗ്രഹത്തിന്റെ പിന്നാലെയാണ് ഞാനിങ്ങനെ പോയിരുന്നത് എന്നുള്ള ചോദ്യം. എൻ്റെ സത്യസന്ധതയില്ലായ്മ, എന്നോട് തന്നെയുള്ള സത്യസന്ധത ഇല്ലായ്മ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആദ്യകാലത്ത് പറ്റാതിരുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിലാവുമ്പോഴും രാത്രികളിൽ അനിയന്ത്രിതമായിട്ടുള്ള യാത്രകൾ സൈറ്റുകളിലൂടെ
ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എത്ര തന്നെ ചെയ്തു കഴിഞ്ഞാലും ഇതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. കുറ്റബോധം, കടുത്ത കുറ്റബോധം, ഉറക്കങ്ങളില്ലാത്ത രാത്രികൾ, വീണ്ടും മറ്റ് പുകയിലടക്കമുള്ള കാര്യങ്ങൾ, പല പരിപാടികൾ ചെയ്യാണ്. പക്ഷെ സന്തോഷവും സമാധാനവും എന്തുകൊണ്ടാണ് കൈപ്പിടിയില്ലാത്ത? ഇത്തരം കാര്യങ്ങളുടെ പുറകെ പോയിട്ടായിരുന്നു. അത് പലരെയും കുടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനി എന്നെ സംബന്ധിച്ചോളം ഈ 3 കാര്യവും കുടിപ്പിക്കേണ്ട പണത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാലും, സെക്സിന്റെ അനിയന്ത്രിതമായ സെക്ഷൽ പരിപാടിയും അതേപോലെ തന്നെ അധികാരത്തിന്റെ പിന്നാലെ പോയി ഞാൻ കുടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുടി മാത്രമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. പല ആൾക്കാരും കുടിക്കാറുണ്ട്, ശക്തിയില്ലാത്തവർ. എന്നെ സംബന്ധിച്ചോളം ജീവിതത്തിന്റെ സന്തോഷം മുഴുവൻ നശിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പുറകെ പോയാൽ. അത് കൃത്യമായ ബോധ്യം വരികയാണ്. എവിടെയാണ് ഞാൻ എന്നോട് തന്നെ സത്യസന്ധനാവാനുള്ള തയ്യാറെടുപ്പുണ്ടോ? ഞാൻ എന്നോട് തന്നെ സംസാരിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടോ? എൻ്റെ പരിശോധന നടത്താനാണ് ഏടെ പ്രോഗ്രാം പറയാറുള്ളത്. അവിടെയാണ് ഏതെങ്കിലും സ്ഥായിയായ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള എൻ്റെ കഴിവില്ലായ്മ, വേരുറപ്പില്ലായ്മ എന്നാണ് 7ാമത്തെ പടിയുടെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 72ാമത്തെ പേജിൽ പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഡെയിലി റിഫ്ലക്ഷനിൽ മുഴുവൻ 7ാം പടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് 7ാം പടിയൊക്കെ. ആ 7ാം പടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സ്ഥായിയായ മൂല്യങ്ങൾ. ഒരു കാര്യം തീരുമാനമെടുത്താൽ അത് പിറ്റേ ദിവസം നടപ്പിലാവാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ വേരുറപ്പുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് ഇന്നത്തെ ഒരു ദിവസം ആ റിവാർഡ് വേണ്ട, കാരണം ഇത് എനിക്ക് കുഴപ്പം, എനിക്കും മറ്റുള്ളവർക്കും കുഴപ്പമാണ്. ഈ പരിപാടി പതുക്കെ ചെയ്താൽ വേറെ പരിപാടിയിലേക്ക് ഞാൻ പോകും. അത് എൻ്റെ കുടുംബം നശിപ്പിക്കും, വേറെ കുടുംബങ്ങൾ നശിപ്പിക്കും, പല കുഴപ്പങ്ങളുണ്ടാവും. എൻ്റെ തന്നെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന സാധനമാണ്. മാത്രമല്ല എനിക്ക് സന്തോഷമായിട്ട് കിട്ടുന്നുമില്ല. അവിടെയാണ് എൻ്റെ വേരുറപ്പില്ലായ്മ തിരിച്ചറിയുക. ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭാര്യയുമായിട്ടുള്ള സെക്ഷൽ പ്രോബ്ലങ്ങളും അവിടെ വേറൊരു സങ്കല്പം ഉണ്ടാവണതിന്റെ കാരണം എന്താ അറിയോ? ആ സ്നേഹമില്ല അവിടെ. ആ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഡോപ്പമിനോളം വേറെ ഒന്നുമില്ല. അവിടെ സംതൃപ്തി ഉണ്ടാവും. ആ സംഭവം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എൻ്റെ കുഴപ്പങ്ങൾ മാറിയിട്ട് ഞാൻ റിയാലിറ്റികളിലേക്ക് തിരിച്ചു വരണം പറഞ്ഞു. ആ റിയാലിറ്റികളിലേക്ക് തിരിച്ചു വരാം. മറ്റൊരാളുമായിട്ട് നമ്മുടെ 5ാമത്തെ പടി പോലെ ആദ്യം എന്നോട് സത്യസന്ധനാവാനുള്ള തയ്യാറെടുപ്പുണ്ടായി. ഇതെല്ലാം തെറ്റാണെന്നല്ല പറഞ്ഞു. യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? ഈ പറയുന്ന ജന്മവാസനകളുടെ അത് എവിടെയാണ് എനിക്ക് അധികരിച്ചു പോയത്? അപ്പൊ അവിടെ ഒരു മാറ്റത്തിനുള്ള തയ്യാറെടുപ്പ് ഞാൻ കണ്ടെത്തണം. വ്യക്തിപരമായ കരുത്തുകൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നതല്ല. അവിടെയാണ് പ്രോഗ്രാമിന്റെ സഹായം, മറ്റു മനുഷ്യരുടെ സഹായം. എൻ്റെ ബുദ്ധി കൊണ്ട് പറ്റില്ല. മാറ്റം ഉണ്ടാകണം. മറ്റൊരാളോട് ഞാൻ ഏറ്റു പറയേണ്ടതുണ്ട്. രോഗത്തിന്റെ പരിഹാരം പോലെ എൻ്റെ താൻ പോരുമേ കരുതിയിരിക്കണം. അവിടെ ഒരു ആശ്രയത്വം വരികയാണ് പ്രോഗ്രാമിനോട്. മറ്റുള്ള സാധനങ്ങളോടുള്ള ആശ്രയത്വത്തിനാണ് വലിയ ശക്തിയോടുള്ള ആശ്രയത്വം എന്നൊക്കെ പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളത്. അവിടെ എൻ്റെ പോലെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച ആളുകളോട് തുറന്നു പറയുന്നതിലൂടെ അവിടെ ഒരു എളിമ ഉണ്ടാവും. ഒരു മാറ്റം ഉണ്ടായി. എനിക്ക് ഈ കുഴപ്പമുണ്ട്, ഞാൻ ഇങ്ങനെയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കിത് മാറണമെന്ന് ശരിയായ ആഗ്രഹമുണ്ട്. അപ്പൊ ഇന്ന് തുടങ്ങാൻ പറഞ്ഞു. കൂടി മാറ്റി നിർത്തുന്ന പോലെ തന്നെയാണ് ആ കാര്യങ്ങളിൽ. യഥാർത്ഥത്തിൽ ഈ ചെയ്ത പ്രവൃത്തികൾ തെറ്റാണ്, ഇത് കുഴപ്പമുണ്ടാവും. ഈ സുഖത്തിന്റെ പിന്നാലെ പോയാൽ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട സുഖം എനിക്ക് ഉണ്ടാവില്ല. സന്തോഷം പ്ലഷറിനെ പോലെയല്ല, അത് നീണ്ടു നിൽക്കുന്നതാണ്. അതിന് മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് സന്തോഷത്തിൽ ഉണ്ടാവുക. വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കണം എന്ന് തോന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ വീണ്ടും വീണ്ടും എന്ന് പറയുന്നത് ആ റിവാർഡ് സെന്റർ ഓപ്പറ ആയിട്ട് ഡോപ്പമിൻ ഉണ്ടാക്കുകയാണ് ഇവിടെ തലച്ചോറ്. അപ്പൊ അതിന് പകരം എനിക്ക് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനായിട്ട് പ്രോഗ്രാം എന്നെ സഹായിക്കുന്നതാണ്. ആ ആശ്രയത്വത്തിലൂടെ എവിടെയാണ് ആ പുതിയ വീക്ഷണം എനിക്ക് നേടാനായിട്ട് പറ്റുക എന്നാണ് ചോദിച്ച പ്രോഗ്രാം. എന്നെക്കുറിച്ചുള്ള അനുഭവങ്ങളിലൂടെ, ഞാൻ എന്നെക്കുറിച്ചുള്ള ബോധ്യത്തിലൂടെ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ വരുത്തുകയും പ്രോഗ്രാം പറയുന്ന രീതിയിൽ തന്നെ പിന്നീട് ആ കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കി ആ ജന്മവാസനകളെ തീർച്ചയായിട്ടും അതിനെ ഒന്നും എതിർക്കാതെ തന്നെ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനോടുള്ള പോരാട്ടം ഇല്ലാതെ ഓരോന്നിനെയായിട്ട് കൃത്യമായിട്ട് ധാർമ്മികത, അത് ആരെയും ബോധിപ്പിക്കാതെ തന്നെ ചെയ്യാനും ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ നിലനിൽക്കാനും ഒക്കെ സാധ്യമായത് നമ്മുടെ ഓരോ എന്താ പറയുക പ്രോഗ്രാമിൻ്റെയും ഓരോ ആളുകളുടെയും അനുഭവങ്ങളും ശക്തിയും അതേപോലെ ഏടെ ലിറ്ററേച്ചറുകളും തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് കുറച്ചു നേരം എൻ്റെതായ അനുഭവങ്ങൾ പറയാൻ സാധിച്ചതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വിഭാവനം